നമസ്കാരം. രാജ്യത്തെ 93 സീറ്റുകളിലേക്ക് നടന്ന മൂന്നാം ഘട്ട വോട്ടെടുപ്പിൽ പോളിംഗ് ശതമാനത്തിൽ ഇടിവ്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 67.4% പോളിംഗ് ഉണ്ടായിടത്ത് 61.19% പോളിംഗ് മാത്രമാണ് ഒടുവിൽ വിവരം കിട്ടുമ്പോൾ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ബംഗാളിൽ CPM സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് സലീമിനെ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ തടഞ്ഞത് ചെറിയ തോതിൽ സംഘർഷത്തിനിടയാക്കി. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് ദിവസം ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളമുള്ള ആഹ്ലാദകരമായ വാർത്ത കെജ്രിവാളിന് ഇടക്കാല ജാമ്യം കിട്ടാൻ പോകുന്നു എന്നതാണ്. ഇടക്കാല ജാമ്യം നൽകിയാലും കെജ്രിവാളിന് മുഖ്യമന്ത്രിയുടെ ചുമതല വഹിക്കാൻ കഴിയില്ല എന്ന് വാദത്തിനിടെ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടി. ദില്ലിയുടെ അയൽ സംസ്ഥാനമായ ഹരിയാനയിലും BJPക്ക് തിരിച്ചടിയാണ്. സംസ്ഥാനത്തെ BJP സർക്കാരിനുള്ള പിന്തുണ 3 സ്വതന്ത്ര MLA മാർ പിൻവലിച്ചിരിക്കുകയാണ്. 90 അംഗ നിയമസഭയിൽ സർക്കാരിന് ഇതോടെ കേവല ഭൂരിപക്ഷം നഷ്ടമായി. കെജ്രിവാൾ വരവറിയിക്കുന്നു. അനിൽ ബോസ് കോൺഗ്രസ്, KVS ഹരിദാസ് BJP, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അഭിഭാഷകൻ, അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ സുപ്രീം കോടതി അഭിഭാഷകൻ, അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ ആം ആദ്മി പാർട്ടി എന്നിവരാണ് നമ്മോടൊപ്പം ഉള്ളത്. ആദ്യം ശ്രീ KVS ഹരിദാസ്, കെജ്രിവാൾ പുറത്തേക്ക് വരാൻ പോകുന്നു എന്ന സൂചനയാണ് സുപ്രീം കോടതി നൽകുന്നത്. മറ്റന്നാൾ വിശദമായ വാദം കേൾക്കലുണ്ടാകും. ഇടക്കാല ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പദത്തിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക പ്രവർത്തികൾ ചെയ്യാൻ കഴിയില്ല എന്ന ഒരു കണ്ടീഷൻ ഇപ്പോൾ തന്നെ ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ നിലയിൽ ഒരു അഫിഡവിറ്റ് നൽകാം എന്ന് മനു അഭിഷേക് സിംഗ്വി സുപ്രീം കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഇവിടെ BJPയെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുന്നു. തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് അരവിന്ദ് കെജ്രിവാളിൻ്റെ നാടകീയമായിട്ടുള്ള ജയിൽ മോചനം ഉണ്ടാവുകയാണ് എങ്കിൽ അത് ഉത്തരേന്ത്യയിലാകെ പ്രതിഫലിക്കില്ലേ? അല്ല നികേഷ്, ഇതൊക്കെ ഒരു നടന്നേക്കാവുന്ന ഒരു വിഷയത്തെക്കുറിച്ചുള്ള വിലയിരുത്തലാണ്. കോടതി വിധി വരട്ടെ. ഒരു കാര്യം നമ്മൾ മറക്കരുത്, കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് എന്ന് പറയുമ്പോഴും 8-9 തവണ അദ്ദേഹത്തിന് സമ്മൻസ് കൊടുത്തിട്ട് തിരിഞ്ഞു നോക്കാതിരുന്ന വ്യക്തിയാണ്. അതിനെ ന്യായീകരിക്കണോ ചെയ്യുന്നത്? ഒരു കോടതി പോലും പറഞ്ഞില്ല. അദ്ദേഹത്തിനോട് പറഞ്ഞത് കോടതി പോയി, കോടതിയിൽ നിന്ന് ആവശ്യപ്പെട്ടത് എന്താ അദ്ദേഹത്തോട്? പരിശോധിക്കുകയും അത് നടക്കാതെ വന്നില്ല. അറ്റോർണി ജനറലിനോട് ഈ കാര്യങ്ങൾ ചോദിക്കുകയും അതേക്കുറിച്ച് ബോധ്യപ്പെടുകയും ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ ഇടക്കാല ജാമ്യത്തിലേക്ക് വന്നിട്ടുള്ളത്. ഇടക്കാല ജാമ്യം കൊടുക്കണോ വേണ്ടിയോ എന്ന് കോടതി തീരുമാനിച്ചോ? നികേഷ് തന്നെ പറഞ്ഞില്ലേ മറ്റന്നാൾ വീണ്ടും വാദം കേൾക്കുമെന്ന്. കോടതി തീരുമാനിക്കട്ടെ. ഈ കേസിലെ കൂട്ടുപ്രതികൾ ജയിലിലാണ്, എത്രയോ പേര്. അങ്ങനെയുള്ള സമയത്ത് ഇതിലെ മുഖ്യപ്രതിയെ ജാമ്യത്തിൽ വിടാൻ കഴിയുമോ? എനിക്ക് തോന്നണില്ല. കോടതി അങ്ങനെ ഒരു നിലപാട് എടുത്താൽ സ്വാഭാവികമാണ്. നമ്മൾ നീതിന്യായ പീഠത്തിന്റെ നിലപാടുകളെ ചോദ്യം ചെയ്യാറൊന്നുമില്ല. അതിന് നിയമത്തിന്റെ വഴിയെ കൂടി തന്നെ പോയി ചോദ്യം ചെയ്യാനേ കഴിയുള്ളൂ. അവർക്ക് അതിനുള്ള അവകാശമുണ്ടെങ്കിൽ അതവർ ചെയ്യട്ടെ. അത്രേ എനിക്ക് ഇക്കാര്യത്തിൽ പറയാനുള്ളൂ. പക്ഷേ അതിനൊരു പൊളിറ്റിക്കൽ സെറ്റ് ബാക്ക് ഒന്നുമല്ല. കാരണം ഇതൊരു കൊടിയ അഴിമതിയാണ് എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ആ കേസ് ഫയലുകൾ പരിശോധിച്ച ഒരു കോടതിക്കും സംശയം ഉണ്ടായിട്ടില്ല. എല്ലാ കോടതിയും പറഞ്ഞിട്ടുണ്ട് there is clear cut കേസ് എന്ന്. അത് ട്രയൽ കോർട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൈക്കോടതി പോയപ്പോഴും ഇദ്ദേഹത്തിന്റെ അപേക്ഷകൾ തള്ളിയിട്ടുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ ഒരിക്കൽ തള്ളിയതിനു ശേഷമാണ് വീണ്ടും വരുന്നത്. കോടതി അനുവദിക്കുകയാണെങ്കിൽ വരട്ടെ. അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്താനുള്ള അധികാരം കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടെ. ഇതൊരു വളരെ പ്രധാനപ്പെട്ട വിധിന്യായത്തിലേക്കാണ് പോകുന്നത്. നേരത്തെ ഇവിടെ KVS ചൂണ്ടിക്കാണിച്ചതുപോലെ അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ ഇടക്കാല ജാമ്യം അനുവദിച്ചിട്ടൊന്നുമില്ല. പക്ഷേ സുപ്രീം കോടതി ചില സൂചനകൾ നൽകുന്നുണ്ട്. ഇടക്കാല ജാമ്യം അനുവദിക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തുള്ള പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കില്ല എന്ന്. അതിൻ്റെ അർത്ഥം സുപ്രീം കോടതി അത് പരിഗണിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, സുപ്രീം കോടതിയിൽ ഇപ്പോഴുള്ള കേസ് എന്ന് പറയുന്നത് അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നുള്ള ഹർജിയിലാണ്. അത് നീണ്ടുപോകുന്ന സാഹചര്യത്തിലാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടക്കാല ജാമ്യ ഹർജി എടുത്തുകൂടെ എന്ന്. അതിൻ്റെ വാദം കേൾക്കലിലാണ് ഇപ്പോൾ സുപ്രീം കോടതി ജഡ്ജിമാരും അതുപോലെ തന്നെ അഡീഷണൽ സോളിസിറ്റർ ജനറൽ SV രാജുവും തമ്മിലുള്ള ചില വാദങ്ങൾ നമ്മുടെ മുന്നിൽ
പ്രധാനമാകുന്നു. അവിടെ സുപ്രീം കോടതി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇത് തെരഞ്ഞെടുപ്പാണ്, 5 വർഷം കൂടുമ്പോൾ മാത്രം ഉണ്ടാകുന്ന തെരഞ്ഞെടുപ്പാണ്. അവിടെ ഒരു രാഷ്ട്രീയ നേതാവിന് ആ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പങ്കെടുക്കാനുള്ള നിയമപരമായിട്ടുള്ള അധികാരം അവിടേക്കാണ് അഡ്വക്കേറ്റ് പ്രസാദ് പത്മനാഭൻ. സ്വാഭാവികമായിട്ട് എസ് വി രാജു ചോദിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ കൃഷിക്കാരെ അവരുടെ വിളവെടുപ്പ് സമയത്ത് ഇറക്കി വിടണ്ടേ? 6 മാസം കൂടുമ്പോഴുള്ള വിളവെടുപ്പ് പോലെയല്ല 5 വർഷം കൂടുമ്പോഴുള്ള ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പ് എന്ന് സുപ്രീം കോടതി ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു. അഡ്വക്കേറ്റ് പ്രസാദ് പത്മനാഭൻ, എത്ര കണ്ട് പ്രധാനപ്പെട്ടതായിരിക്കും ഈ വിധിന്യായം? നികേഷ്, എനിക്ക് തോന്നുന്നത് ഒരു പൗരൻ എന്നുള്ള നിലയിലും ഒരു ലോ സ്റ്റുഡന്റ് എന്നുള്ള നിലയിലും എനിക്ക് തോന്നുന്നത് ജാമ്യം എത്രയോ പണ്ടേ അനുവദിക്കേണ്ട ഒരു കേസായിരുന്നു ഇത്. ജാമ്യം അനുവദിക്കുക എന്ന് പറയുന്നത് പേഴ്സണൽ ലിബർട്ടിയുടെ ഒരു ഭാഗമാണ്. പണ്ട് ജസ്റ്റിസ് കൃഷ്ണയ്യരൊക്കെ പറഞ്ഞിട്ടുണ്ട്, ബെയിൽ ഈസ് ദ റൂൾ, ജയിൽ ഈസ് ആൻ എക്സെപ്ഷൻ. അത് ഒരാളെ ജയിലിൽ അടയ്ക്കുന്നത് തന്നെ തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതകള്, അല്ലെങ്കിൽ വിറ്റ്നസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. അഡ്വക്കേറ്റ് പ്രസാദ് പത്മനാഭൻ, താങ്കള് കൃഷ്ണയ്യരെ കോട്ട് ചെയ്യുന്നത് CRPC കാലഘട്ടത്തിലാണ്. ഇതിപ്പോ PMLA ആണ്. അതെ, നിയമത്തെ പല രീതിയിൽ ഇന്റർപ്രറ്റ് ചെയ്ത് വികൃതമാക്കുകയും ഒരു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾ ഉണ്ട്, അത് സുപ്രീം കോടതി എന്നും അംഗീകരിച്ചിട്ടുള്ളതാണ്. ഇന്ത്യയിലെ മാത്രമല്ല ലോകത്തുള്ള കോടതികള് ജനാധിപത്യ രാജ്യങ്ങളിലൊക്കെ അംഗീകരിച്ചിരിക്കുന്നത് നീതി എന്ന് പറയുന്നത് നടപ്പാക്കിയാൽ മാത്രം പോരാ, അത് നടപ്പായെന്ന് തോന്നുകയും വേണം. ഇന്ന് രവീന്ദ്രനാഥ ടാഗോറിന്റെ ബർത്ത്ഡേ കൂടിയാണ്. ഇന്ന് ദേശീയതയ്ക്കെതിരെ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന ഏറ്റവും വലിയ ദേശസ്നേഹിയായിട്ടുള്ള ടാഗോറിന്റെ ഈ ബർത്ത്ഡേയില് നമ്മൾ നോക്കട്ടെ, നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രി ദേശസ്നേഹം പറഞ്ഞ് സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന് പറഞ്ഞു തുടങ്ങിയത് ഇപ്പൊ ചെന്ന് നിന്നിരിക്കുന്നത് ഈ രാജ്യത്തെ ഇൻഫിൽട്രേറ്റേഴ്സിന് അല്ലെങ്കിൽ അർബൻ നക്സൽസിനെ ഒക്കെ കോൺഗ്രസ് സ്പെഷ്യൽ ആയിട്ടുള്ള എന്തോ ഒരു റിസർവേഷൻ കൊടുക്കും. അതിനെപ്പറ്റി എന്തെങ്കിലും ഒരു നടപടി എടുത്തതായിട്ട് കണ്ടോ? അല്ല, അഡ്വക്കേറ്റ് പ്രസാദ് പത്മനാഭൻ, നമുക്ക് നമ്മുടെ മുന്നിലുള്ള വിഷയം അരവിന്ദ് കെജ്രിവാൾ ആണ്. അവിടെ ഇലക്ഷൻ എന്ന് പറയുന്നത് ഒരു അദ്ദേഹത്തിന്റെ അവകാശമാണ്, അരവിന്ദ് കെജ്രിവാളിന്റെ അവകാശം. ഞാൻ ആ വെർബാറ്റം വായിക്കാം. ഇടക്കാല ജാമ്യ ഹർജി എടുക്കുകയാണ് സുപ്രീം കോടതി. തെരഞ്ഞെടുപ്പ് എന്നുള്ളത് അടിയന്തര സാഹചര്യമാണ്. അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. തെരഞ്ഞെടുപ്പ് സമയമായതിനാൽ അടിയന്തര സാഹചര്യമായി കണ്ട് ഹാബിച്വൽ ഒഫൻഡർ അല്ല എന്ന് വ്യക്തമായ സ്ഥിതിക്ക് അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകണം എന്നുള്ള നിലയിലേക്ക് സുപ്രീം കോടതി എത്തുകയാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ട നീക്കല്ലേ? പ്രധാനപ്പെട്ട നീക്കമാണ്, എന്നേ നടത്തേണ്ടിയിരുന്നതാണ്. ഇത് എന്ത് കാരണത്തിന്റെ പുറത്ത് ഇപ്പൊ ഈ സുപ്രീം കോടതി കണ്ടെത്തുകയാണെന്ന് വിചാരിക്കുക, ഇതിലെ ഈ കേസിൽ തെളിവുകളൊന്നുമില്ല, ഇതിനകത്ത് പ്രൊസീഡ്സ് ഓഫ് ദ ക്രൈം എന്ന് പറയും, എന്തെങ്കിലും കേജ്രിവാളിന്റെ അടുത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ടോ, ഇതുവരെ എന്തെങ്കിലും പിടിച്ചെടുത്തിട്ടുണ്ടോ, ഏതെങ്കിലും രീതിയിൽ ഇദ്ദേഹം ഇവിടെ നിന്ന് ഒളിച്ചോടും, ഡൽഹി ചീഫ് മിനിസ്റ്റർ രാജ്യം വിട്ടുപോകുന്നൊരു ഭയമുണ്ടോ, അല്ലെങ്കിൽ ഇത്രയും നാളായിട്ടില്ലാത്ത എന്തെങ്കിലും ഒരു കാര്യം പുതുതായിട്ട് കിട്ടിയിട്ടുണ്ടോ, ഇപ്പോൾ അറസ്റ്റ് ചെയ്യാനായിട്ട് എന്നാണ് ഈ എവിഡൻസ് കിട്ടിയത്? അന്വേഷണ ഏജൻസികളുടെ കയ്യിൽ ഉണ്ടായിരുന്ന എവിഡൻസ് ഇത്രയും നാൾ അവൾ കൈവശം വെച്ചിട്ട് ഇപ്പോൾ പെട്ടെന്ന് ഈ ഇലക്ഷൻ ഡിക്ലറേഷൻ വന്നു കഴിഞ്ഞ് മോഡൽ കോഡ് ഓഫ് കോണ്ടക്ട് ഒക്കെ വന്നു കഴിഞ്ഞിട്ട് ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ അത് അതെ, ഒരു ദേശീയ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനെ തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിടിച്ച് ജയിലിലിടുന്നത്. മാത്രമല്ല, സുപ്രീം കോടതി ചോദിക്കുന്ന ചോദ്യമുണ്ട്, എന്തുകൊണ്ട് ഈ അറസ്റ്റ് ഇത്ര കണ്ട് വൈകി എന്നുള്ളതാണ്. 2 വർഷം അന്വേഷണത്തിന് സമയമെടുത്തു എന്നുള്ളതിനെ സുപ്രീം കോടതി ചോദ്യം ചെയ്യുന്നുണ്ട്. ഞാൻ തിരിച്ചെത്താം. അനിൽ ബോസ്, നോക്കൂ, പക്ഷേ ഇതൊരു തെറ്റായ കീഴ്വഴക്കം സൃഷ്ടിക്കും. രാഷ്ട്രീയക്കാർക്ക് പ്രത്യേക നിയമമോ ഈ രാജ്യത്ത്? രാജ്യത്ത് രാഷ്ട്രീയക്കാർക്ക് പ്രത്യേക നിയമമോ അതിൻ്റെ പ്രത്യേക പരിരക്ഷയോ ഒന്നും വേണമെന്നുള്ള അഭിപ്രായമൊന്നും എങ്ങൊന്നും ഉയരും എന്ന് ഞാൻ കരുതുന്നില്ല. നിലവിൽ ഈ അരവിന്ദ് കെജ്രിവാളിൻ്റെ വിഷയമെടുത്ത് നമ്മൾ കാണുമ്പോൾ ഇദ്ദേഹത്തെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പടിവാതിൽക്കൽ, തെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ അറസ്റ്റ് ചെയ്യുമെന്ന് 3 സംസ്ഥാനത്ത് ഗവർണറായിരുന്ന സത്യപാൽ മാലിക് 8-9 മാസം മുമ്പ് ഇന്ത്യൻ മാധ്യമങ്ങളോട് പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അപ്പോൾ അത്തരം അഭിപ്രായ പ്രകടനങ്ങൾ പൊതുസമൂഹത്തിൽ ഉയർന്നു വരുമ്പോൾ കാലേ കൂട്ടി തീരുമാനിച്ചുറപ്പിച്ച ഒരു നടപടിയായി, ഒരു രാഷ്ട്രീയ നടപടിയായി അതിനെ കാണുമ്പോൾ അത് ചലഞ്ച് ചെയ്യപ്പെടും. അവിടെയാണ് അരവിന്ദ് കെജ്രിവാളിന് മാനസികമായി ഇന്ത്യയിലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരല്ലാത്ത ആളുകളും രാഷ്ട്രീയമുള്ളവരും ഇല്ലാത്തവരും അദ്ദേഹത്തിൻ്റെ ഭാഗത്തിന് പിന്തുണ കൊടുക്കാൻ കാരണം അതാണ്. അദ്ദേഹത്തിനെതിരെയോ ഇനി ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവിനെതിരെയോ മറ്റേതെങ്കിലും പാർട്ടിയുടെ ഒരു നേതാവിനെതിരെയോ കോടതിയോ അല്ലെങ്കിൽ ഏതെങ്കിലും അന്വേഷണ ഏജൻസിയോ നടപടികൾ സ്വീകരിക്കുന്നതിന് വ്യക്തമായ തെളിവുണ്ടെങ്കിൽ ഞങ്ങളാരും എതിരല്ല, ഞങ്ങളാരും അതിനോട് തർക്കിക്കുന്നില്ല. പക്ഷേ പർപ്പസ്ഫുള്ളായിട്ട് നേരത്തെ ചെയ്യാമായിരുന്നു. ഇവർ പറയുന്നത് പോലെ ഇവരുടെ കയ്യിൽ
മതിയായ തെളിവുകളും മറ്റു കാര്യങ്ങളും ഉണ്ടെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്ന കാര്യം അത് ചെയ്യാതിരിക്കുകയും ബോധപൂർവ്വം ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അന്തരീക്ഷത്തിൽ ചെയ്യുകയും ചെയ്യുമ്പോഴാണ് ഭരിക്കുന്ന സർക്കാരിനെതിരെ അതുമായി ബന്ധപ്പെട്ട ഏജൻസികൾക്കെതിരെ ആക്ഷേപം ഉന്നയിക്കേണ്ടി വരുന്നത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അല്ലാതെ രാഷ്ട്രീയക്കാർക്കെതിരെ നടപടി പാടില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു? അവിടെ ശ്രീ അനിൽ ബോസ്, എസ് വി രാജു ചോദിക്കുന്ന ചോദ്യമുണ്ട്, അതായത് കേന്ദ്ര സർക്കാർ ചോദിക്കുന്ന ചോദ്യമുണ്ട്, രാഷ്ട്രീയക്കാർക്ക് ഒരു രീതി മറ്റുള്ളവർക്ക് വേറൊരു രീതി എന്നുള്ളതാണോ? ഇപ്പോൾ ഒരു കൃഷിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിളവെടുപ്പ് സമയമാണ്, അങ്ങനെയാണെങ്കിൽ ആ കൃഷിക്കാരനെ നിങ്ങൾ ആ വിളവെടുപ്പ് സമയത്തേക്ക് അവരുടെ കാർഷിക ഇടത്തിൽ പോയി ജോലി ചെയ്യാൻ അനുവദിക്കുമോ? ഒരു സ്ഥാപനത്തിൻ്റെ MD അദ്ദേഹം പറയുന്നു, ഞാൻ ഈ ജയിലിലായതുകൊണ്ട് എൻ്റെ സ്ഥാപനം ബാങ്ക്രപ്സിയിലേക്ക് പോവുകയാണ്, അതിനെ രക്ഷിക്കാൻ വേണ്ടി എന്നെ പുറത്തുവിടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പുറത്തുവിടുവോ? അല്ല, ചോദ്യങ്ങളൊക്കെ ചോദിക്കുക, അതല്ല ചോദിക്കേണ്ട ചോദ്യം. ചോദ്യത്തിന് ചെറിയ വ്യതിയാനം വരുത്തണം, ചെറിയൊരു വ്യത്യാസം വരുത്തണം. ഭരിക്കുന്ന സർക്കാരിനൊരു നീതി, പ്രതിപക്ഷത്തെ ആളുകൾക്കും സാധാരണ പൗരന്മാർക്കും മറ്റൊരു നീതി. അങ്ങനെയാണത് പറയേണ്ടത്. അല്ലാതെ രാഷ്ട്രീയക്കാർ എന്ന് പറഞ്ഞാൽ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയക്കാരല്ലേ, ഇന്ത്യ ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ, രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കളല്ലേ, രാഷ്ട്രീയ പാർട്ടിയല്ലേ. അപ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കൾക്കൊരു നീതി, എതിർ പാർട്ടിക്കാർക്ക് വേറൊരു നീതി എന്ന് പറയുന്നതാണ് ചലഞ്ച് ചെയ്യപ്പെടുന്നത്. അല്ലാതെ ഇപ്പൊ കൃഷിയുണ്ട് അതുകൊണ്ട് ആ സമയത്ത് ആയിക്കോട്ടെ, അതാണ് അക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാട്. ദയവായി തുടരുക ശ്രീ. അതൊക്കെ ബാലിശമായ ചോദ്യങ്ങൾ ഒരു മിനിറ്റ് എനിക്ക് അനുവദിക്കാമോ? അല്ല നികേഷേ, ഈ അനിൽ ബോസൊക്കെ കേജ്രിവാളിനെ ന്യായീകരിക്കുന്നതിന് എനിക്ക് മനസ്സിലാവും. ആ കേസിന്റെ ഉറവിടം എവിടെയാ? നമ്മൾ ഇതിനു മുമ്പ് അത് ചർച്ച ചെയ്തിട്ടുണ്ട്. ഈ കേജ്രിവാളിനെതിരായിട്ടുള്ള ഗുരുതരമായ അഴിമതി ആരോപണം ഉന്നയിച്ചത് ആരാ ഡൽഹി പോലീസിന് പരാതി കൊടുത്തത്? ഈ അനിൽ ബോസിന്റെ പാർട്ടിക്കാരല്ലേ ഡൽഹിയിലുള്ളവര്? അവർക്ക് ഇന്നും പാർട്ടിയിൽ ചുമതലകളില്ലേ? ഒരാൾ ACC ട്രഷറർ കൂടിയാണ്. ആരോപണം ഉന്നയിച്ചതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നൊന്നും പിന്മാറുന്നില്ലല്ലോ. പക്ഷേ അതിനെ രാഷ്ട്രീയ പ്രേരിതമാക്കി തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിനുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തെ ലംഘിക്കാൻ വേണ്ടി നിങ്ങൾ പിടിച്ച് ജയിലിലിടുന്നതിലാണ് വിയോജിപ്പ്. അല്ല നികേഷേ, അഴിമതി കാണിക്കുന്നവൻ ഭരണത്തിലുള്ളവരാണെങ്കിൽ അവന് വേറൊരു മാനദണ്ഡമുണ്ടോ? അവർക്ക് വേറൊരു സംരക്ഷണമുണ്ടോ? വേറൊരു സംരക്ഷണ കവചമുണ്ടോ? അഴിമതിക്കാർക്ക് ഭരണത്തിലുള്ളവരാണെങ്കിൽ വേറൊരു സംരക്ഷണ കവചമുണ്ടോ? ഇവിടുത്തെ പോക്കരടിക്കാരനും മുഖ്യമന്ത്രിക്കും തമ്മിൽ കള്ളത്തരം തട്ടിയാൽ തട്ടിപ്പ് നടത്തിയാൽ വേറെ നിയമമുണ്ടോ? നിങ്ങൾ ചോദിച്ചത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നില്ലെന്നല്ല. മനീഷ് സിസോദിയെ അറസ്റ്റ് ചെയ്തപ്പോ മനീഷ് സിസോദിയ അല്ല, അരവിന്ദ് കെജ്രിവാളാണ് കുറ്റക്കാരൻ എന്ന് പറഞ്ഞ പാർട്ടിയാണ് നിങ്ങളുടേത് ശ്രീ അനിൽ ബോസ്. അല്ല, ഇവിടെ അരവിന്ദ് കെജ്രിവാളിനെ ഞാൻ ന്യായീകരിച്ചു, അല്ലെങ്കിൽ സിസോദിയെ ഞാൻ ന്യായീകരിച്ചു. കോൺഗ്രസ് പാർട്ടി പരാതി കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതി പിൻവലിക്കണമെന്ന് കോൺഗ്രസിൻ്റെ ഏതെങ്കിലും നേതാക്കൾ പറഞ്ഞോ? ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾക്ക് ഉൾപ്പെടെ അഴിമതി ആരോപണം വന്നാൽ അന്വേഷിക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞു? ഞങ്ങൾ പറയുന്ന ഒറ്റ പോയിന്റ് ഇതേ ഉള്ളൂ. ഈ പരാതി ഉയർന്നു വന്ന സന്ദർഭത്തിൽ അത് അന്വേഷിച്ച് മതിയായ നടപടി സ്വീകരിക്കാതിരിക്കുകയും ബോധപൂർവം രാഷ്ട്രീയ ആസൂത്രണം നടത്തി ഒരു തെരഞ്ഞെടുപ്പിന്റെ പടിവാതിൽക്കൽ ഇത് ചെയ്യുമെന്ന് 9 മാസം മുമ്പ് BJP 3 സംസ്ഥാനങ്ങളിൽ ഗവർണറാക്കിയ സത്യപാൽ മാലിക് അടക്കമുള്ള ആളുകൾ മാധ്യമങ്ങളോട് പറയുന്നത് രാജ്യം കേൾക്കുമ്പോൾ അതിന്റെ പേരിൽ നടത്തുന്ന പ്രതികാര രാഷ്ട്രീയത്തെ ഞങ്ങൾ ചലഞ്ച് ചെയ്യുന്നു. അതിനർത്ഥം പരാതിയോ KVS നൽകിയ മറുപടി അതാണ്. ഇന്ന് 7-ാം തീയതിയാണ്, 25-ാം തീയതിയാണ് ദില്ലി 7 സംസ്ഥാനങ്ങളിലേക്കുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ്. അഡ്വക്കേറ്റ് വിനോദ് മാത്യു, പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം സുപ്രീം കോടതി സൂചിപ്പിച്ചത്, എൻ്റെ മനസ്സ് അവിടെ തന്നെയാണ് ഉടക്കി നിൽക്കുന്നത്. നിങ്ങളെ ഞങ്ങൾ ഇടക്കാല ജാമ്യം നൽകി വിട്ടയച്ചാലും നിങ്ങൾക്ക് മുഖ്യമന്ത്രി എന്നുള്ള ഉത്തരവാദിത്തം നിറവേറ്റാൻ കഴിയില്ല എന്നാണ്. താങ്കളെ ഞങ്ങൾ മോചിപ്പിച്ചാൽ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാം, പക്ഷേ ഒഫീഷ്യൽ ഡ്യൂട്ടി നിർവഹിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആം ആദ്മി പാർട്ടിയുടെ അഭിഭാഷകൻ അഭിഷേക് മനു സിംഗ്വി അക്കാര്യത്തിൽ ഒരു ഉറപ്പ് സുപ്രീം കോടതിയിൽ നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ സ്വീകാര്യമാണോ? എനിക്ക് ഇടക്കാല ജാമ്യം നൽകണോ വേണ്ടയോ എന്ന് സുപ്രീം കോടതിക്ക് തീരുമാനിക്കാം. ഞാൻ സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല, വിദേശത്ത് പോകാൻ പാടില്ല, എൻ്റെ പാസ്പോർട്ട് പിടിച്ചു വെച്ചോളൂ, അതൊക്കെ സുപ്രീം കോടതിക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഏതെങ്കിലും കോടതിക്ക് ചെയ്യാം. പക്ഷേ ഞാൻ എൻ്റെ ഒഫീഷ്യൽ ഡ്യൂട്ടി നിർവഹിക്കുന്നതിനെ എങ്ങനെയാണ് സുപ്രീം കോടതിക്ക് തടയാൻ കഴിയുക? നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് അക്കാര്യത്തിലൊരു ഉറപ്പ് എഴുതി കൊടുക്കാൻ പോകുന്നത് അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ? ശ്രീ നികേഷ്, ഞാൻ മറുപടി പറഞ്ഞ് തുടങ്ങുന്നതിന് മുമ്പ് എനിക്കൊരു ഒരു കാര്യത്തിലൊരു മറുപടി പറയേണ്ടതായിട്ടുണ്ട്. ശ്രീ KV ഹരിദാസ് സാറിനോടാണ്.
ഞാനും അദ്ദേഹവും തമ്മിൽ ജനം ടി വിയിൽ ഒരു 1.5 മാസം മുമ്പ്, ഒരു 2 മാസം മുമ്പാണ് ഒരു ഇന്റർവ്യൂവിൽ ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത്. അന്ന് അദ്ദേഹത്തോട് അഭിപ്രായം ചോദിച്ചു, ഒരു കാര്യം ചോദിച്ചു. അദ്ദേഹം മറുപടി പറയാതെ എനിക്ക് വീട്ടിലൊരു മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അദ്ദേഹം പോയി. ഞാൻ അതെന്താണെന്ന് ചോദിക്കാം, അത് വിഷയത്തിലേക്ക് വരാം. നികേഷ് നോക്കൂ, നമ്മൾ എന്തിനാണ് ഇവരെ ഈ സംഘികളെന്ന് വിളിച്ച് കളിയാക്കുന്നത്? പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ട് സംഘികളെന്ന് വിളിച്ച് കളി, നമ്മൾ പലപ്പോഴും സംഘികളുടെ തലയിലൊന്നുമില്ല, പ്രത്യേകിച്ച് ഒന്നുമില്ല, ചാണകമാണെന്ന് പറഞ്ഞ് കളിയാക്കണം. ഞാൻ അത്തരം വ്യക്തിപരമായ ആക്ഷേപങ്ങൾക്ക് പോകുന്നില്ല. പക്ഷെ ഇവിടെ ഇവർക്ക് പ്രധാനമായിട്ടും ഇപ്പൊ ഈ സുപ്രീം കോടതിയിൽ ഈ കേസ് അല്ലെങ്കിൽ ഈ അറസ്റ്റുമായി ബന്ധപ്പെട്ട എന്താണ്, ജാമ്യാപേക്ഷയിലല്ല വാദം നടക്കുന്നത്. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെ ചലഞ്ച് ചെയ്തുകൊണ്ടുള്ള അപേക്ഷയിലാണ് വാദം നടക്കുന്നത്. അദ്ദേഹം ജാമ്യാപേക്ഷ ഫയൽ ചെയ്തിട്ടില്ല ഇതുവരെ. എന്താണ് അതിന്റെ പശ്ചാത്തലം എന്താണ്? പ്രധാനപ്പെട്ട 3 സാഹചര്യങ്ങളെ പറ്റി നമുക്ക് മനസ്സിലാക്കാം. ഇവരെന്താ ധരിച്ചു വെച്ചതെന്ന് അറിയാമോ? അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി കേജ്രിവാൾ, സാധാരണ ഇപ്പം നമ്മൾ ജാർഖണ്ഡിലെ സോറിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ല. സമാനമായ കേസുകളിൽ അകത്ത് കിടക്കുന്നവരെ പറ്റി ചർച്ച ചെയ്യുന്നുണ്ടോ? ഇല്ല. അതുപോലെ വിസ്മൃതിയിലായി കേജ്രിവാൾ പോകുമെന്ന ധാരണയായിരുന്നു ഇവർക്കുണ്ടായിരുന്നത്. അതെങ്ങനെയാണ് ആ വിസ്മൃതിയിലേക്ക് പോകാത്ത സാഹചര്യം ആം ആദ്മി പാർട്ടി സൃഷ്ടിച്ചത് എന്നുള്ളതാണ്. ഇവർ മണ്ടന്മാരാണെന്നും ഇവർ കേജ്രിവാളിനെ പൂട്ടാൻ കഴിയുന്ന ശേഷിയില്ലെന്നും, കേജ്രിവാൾ എന്ന് പറയുന്ന മനുഷ്യൻ ബുദ്ധിമാനായ, വിദ്യാഭ്യാസമുള്ള, ഇവരെ എല്ലാ രീതിയിലും പൂട്ടാൻ കഴിയുന്ന ആധുനിക പൊളിറ്റിക്സിന്റെ എല്ലാ തന്ത്രങ്ങളുമുള്ള മനുഷ്യനാണ് ഇവർക്ക് ബോധ്യപ്പെട്ടത്. ഞാൻ പറഞ്ഞോട്ടെ നികേഷ് പ്ലീസ്. 3 സാഹചര്യത്തിലാണ്. പ്രധാനപ്പെട്ട എന്താണെന്ന് അറിയാമോ? ഇവിടെ അദ്ദേഹം ശ്രീ ഹരിദാസ് സൂചിപ്പിച്ചു 9 സമൻസ് കിട്ടി പോയില്ല എന്ന്. കേജ്രിവാൾ പോയില്ല. എന്താ കാര്യം? ഫസ്റ്റ് സമൻസിൽ പോയിരുന്നെങ്കിൽ ഇവർ അറസ്റ്റ് ചെയ്തേനെ. ഫസ്റ്റ് സമൻസ് എന്നാണ്? ഏതാണ്ട് 1 വർഷം മുമ്പ് തുടങ്ങിയതാണ് ഈ സമൻസ് പരിപാടി. അന്ന് അറസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ, കേജ്രിവാൾ പോയിരുന്നെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടും. ഇത്രയധികം ഈ ലോങ് ഗ്യാപ്പിൽ ഈ സംഭവം ചർച്ച ചെയ്ത് നിൽക്കത്തില്ല. ഈ പൊളിറ്റിക്കൽ ഡൊമൈനിൽ നിന്ന് കേജ്രിവാൾ വിസ്മൃതിയിലാകും. അതുകൊണ്ടാണ് കേജ്രിവാളിന് അറിയാം ഇത് അറസ്റ്റ് ചെയ്യപ്പെടും, അത് ഇലക്ഷൻ സമയത്ത് തന്നെ ആയിരിക്കണമെന്ന് കേജ്രിവാൾ ശഠിച്ചതിന്റെയും സാഹചര്യം സൃഷ്ടിച്ചത് കൊണ്ടാണ് ഇവർക്ക് ഒന്നാമത്തെ അബദ്ധം പറ്റിയത്. രണ്ടെന്ന് പറയുന്നത്, അദ്ദേഹം ജയിലിൽ കിടന്ന് രാജിവെക്കണം എന്ന് ഇവർ പറഞ്ഞു. രാജിവെക്കത്തില്ലാന്ന് തീരുമാനിച്ചു. കേജ്രിവാൾ എന്താണ്, ധാർമ്മികത ഇല്ലാത്ത മനുഷ്യനായതുകൊണ്ടാണ് രാജിവെക്കാത്തത്. എന്തുകൊണ്ടാണ് രാജിവെക്കാത്തത്? രാജിവെച്ചാൽ പുതിയ ഒരാൾ മുഖ്യമന്ത്രിയായി ഡൽഹിയിൽ വരും. അതോടുകൂടി ടെലിവിഷൻ ചാനൽ ചർച്ചകളിൽ കേജ്രിവാളിന്റെ പദവും കേജ്രിവാളിന്റെ രൂപവും ഭാവവും അദ്ദേഹത്തെ പറ്റി ചർച്ചകളും വിസ്മൃതിയിലാവും. അതോടെ കേജ്രിവാൾ എന്ന് പറഞ്ഞ ചർച്ച ഇല്ലാണ്ടാവും. അവിടെയും അവർക്ക് തെറ്റി. മൂന്നാമത്തെ എന്താണ്? ജാമ്യാപേക്ഷ അദ്ദേഹം കൊടുത്തില്ല. അറസ്റ്റിനെ ചലഞ്ച് ചെയ്യുകയാണ്. സാധാരണ എന്താ ചെയ്യുക? നമ്മൾ ഏത് കേസ് നോൺ ബെയിൽ പോയാലും നമ്മൾ ജാമ്യാപേക്ഷ ഫയൽ ചെയ്യും. ഇവിടെ പറയുന്നത് എന്താണ്? ഞങ്ങൾ ഈ അറസ്റ്റ് ഇല്ലീഗലാണ്, ഈ അറസ്റ്റ് പാടില്ല, ഇതിനെയാണ് ചലഞ്ച് ചെയ്യുന്നത്. നമ്മൾ നോക്കും, അവിടെയാണ് സുപ്രീം കോടതി അറസ്റ്റിനെ പറ്റിയുള്ള അല്ലെ ബെയിൽ ആപ്ലിക്കേഷൻ ചർച്ചയിലല്ല, മറിച്ച് അറസ്റ്റിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു അപേക്ഷയിലാണ് ഇന്ററിം ബെയിൽ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് വരുന്നത്. അവിടെ ഈ 3 പശ്ചാത്തലം പരിശോധിച്ചാൽ ഇവർക്ക് കേജ്രിവാളിനെ, ആം ആദ്മിയെ പൂട്ടാൻ കഴിയുന്ന സാഹചര്യമല്ല. കാരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ബുദ്ധിയുള്ളവരാണ്, തലച്ചോറിൽ ചാണകം നിറച്ചവരല്ല. ഈ 3 സാഹചര്യം ഉണ്ടായതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല. പിന്നെ അങ്ങ് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞുതരാം. അദ്ദേഹം ഇവിടെ ഇന്ന് സോളിസിറ്റർ ജനറൽ പറഞ്ഞ എന്താണ്? അതൊരു ഹോണറബിൾ പോസ്റ്റ് അല്ല എന്ന് അദ്ദേഹം പറയുന്നു. മെറിറ്റിലോട്ടൊന്നും പോകുന്നില്ല. ഹോണറബിൾ പോസ്റ്റ് അല്ല. അദ്ദേഹത്തിന് പോർട്ട്ഫോളിയോ ഇല്ലാത്തത് കൊണ്ട് ഇതൊരു ഹോണറബിൾ പോസ്റ്റ് അല്ല. അതുകൊണ്ട് ഒരു കമ്പനിയുടെ MD അകത്ത് കിടന്നാൽ ഇങ്ങനെ വരേണ്ടേ? അങ്ങനെയാണോ ഒരു പ്രധാനമന്ത്രി? അങ്ങനെയല്ലല്ലോ. നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷണൽ പവർ കൊടുത്തിരിക്കുന്ന ആർക്കൊക്കെയാണ്? ചില ഇമ്മ്യൂണിറ്റിയും പ്രിവിലേജസും കൊടുത്തിരിക്കുന്ന ആർക്കൊക്കെയാണ്? അതുള്ളതാണ്. ഇത് ഭരണഘടനാപരമായ സാഹചര്യമാണ്. ഇവിടെ ചോദിക്കുന്ന ആ ചോദ്യം ഉണ്ടല്ലോ, അതായത് റൈറ്റ് ടു ഇക്വാളിറ്റി അല്ലേ ചോദിക്കുന്നത്. ഒരു കർഷകന് ഈ പറയുന്ന സാഹചര്യം കിട്ടും, ഒരു പ്രധാനമന്ത്രിക്ക് ഇത് കിട്ടും? അല്ല, ഇവർ തമ്മിൽ പ്രിവിലേജസ് ഉണ്ട്. ശ്രീ നികേഷ് കുമാർ അല്ലെങ്കിൽ ശ്രീ ഹരിദാസ്, പക്ഷേ അല്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞു. രാഷ്ട്രീയ പ്രത്യേക അധികാരം ഉണ്ടെന്നല്ല സുപ്രീം കോടതി ഞാനും പറഞ്ഞു വെക്കുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ നമ്മളൊരു മീറ്റിംഗിൽ പോയിരിക്കുമ്പോൾ സുപ്രീം കോടതി പറയുന്നത് ഇലക്ഷൻ ഇല്ലായിരുന്നുവെങ്കിൽ ഇടക്കാല ജാമ്യം എന്ന ചോദ്യമേ ഉണ്ടാകുമായിരുന്നില്ല. 5 വർഷം വരുന്ന ഇലക്ഷനിൽ അതിൻ്റെതായിട്ടുള്ള ജനാധിപത്യ പ്രക്രിയ എന്നുള്ള നിലയിലുള്ള പ്രത്യേകതയുണ്ട് എന്നാണ്. അല്ല നികേഷ്, ഞാൻ അവിടെയാണ് പറയുന്നത്. എന്താണ് നമ്മൾ ഈ റൈറ്റ് ടു ഇക്വാളിറ്റിയെ പറ്റി അല്ലെ ഈക്വൽ ബിഫോർ ലോ എന്നതിനെ പറ്റി മനസ്സിലാക്കണം. ഇവിടെ എന്താണ്, ഞാനിപ്പോൾ ഒരു വണ്ടിയുമായി കാറുമായിട്ട് പോകുമ്പോൾ എൻ്റെ ട്രാഫിക് സംവിധാനം ഒരുക്കി എനിക്ക് സുഗമമായ യാത്ര സാഹചര്യം ഒരുക്കത്തില്ല. പക്ഷേ പ്രധാനമന്ത്രി പോകുമ്പോൾ അത് കിട്ടും. എനിക്ക് അതിനുള്ള സാഹചര്യം ഇല്ലെന്ന് ചോദിക്കുന്ന ആ ചോദ്യം പാടില്ല. എവിടെയാണ് ഒരു പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഒരു കോടതിയിൽ കേസിൽ പ്രതിയാക്കപ്പെട്ടാൽ വിനോദ് മാത്യു വിൽസനും നികേഷ് കുമാറും നരേന്ദ്രമോദിയും പിണറായി വിജയനും ഒന്നാണ് എന്ന് പറയുന്നതും മറ്റ് സാഹചര്യങ്ങളിൽ അവർക്ക് കിട്ടുന്ന ചില സവിശേഷമായ സാഹചര്യങ്ങളും വ്യത്യാസമാണ്. അതുകൊണ്ടാണ് ഒരു ഭരണഘടനമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയെ ഒരു ഇലക്ഷന് തൊട്ട് മുമ്പ് അധികാരത്തിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടി അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ എത്രയോ കേസുകളിൽ രാത്രി കാലങ്ങളിൽ സിറ്റിംഗ്. നമ്മളിവിടെ അരിക്കൊമ്പന് വേണ്ടി ഹൈക്കോടതിയിൽ രാത്രിയിൽ സിറ്റിംഗ് ഉണ്ടായിരുന്നില്ല. കേരള ഹൈക്കോടതിയുടെ ചരിത്രങ്ങളിൽ വളരെ അപൂർവമായിട്ട് രാത്രിയിൽ സിറ്റിംഗ് ഉണ്ടായിരുന്നത്. അരിക്കൊമ്പനെ വെടിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കേരള ഹൈക്കോടതി രാത്രികാല സിറ്റിംഗ് നടത്തിയിട്ടില്ലേ? ഡൽഹിയിലെ അവിശ്വാസ പ്രമേയത്തിന്റെ ചർച്ച നടത്തിയിട്ടില്ലേ? അപ്പം ചില സവിശേഷ സാഹചര്യങ്ങളിൽ അത്തരം സവിശേഷ സാഹചര്യങ്ങളുണ്ട്. അതുകൊണ്ട് അത് ഇവര്
നിയമത്തിന്റെ ഉപരിയായിട്ടുള്ള മനുഷ്യനാണ് എന്നൊരു അർത്ഥത്തിലേക്ക് ഇത് പോകേണ്ട കാര്യമില്ല. അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അദ്ദേഹത്തിന് വേണ്ടിയുള്ള സ്റ്റാൻഡിംഗ് കൗൺസിലും അഭിഭാഷകരും കോടതിയിൽ ആ അപേക്ഷ കൊടുത്തു. അതിന്റെ പുറത്ത് അറസ്റ്റിനെ ചലഞ്ച് ചെയ്യുന്ന അപേക്ഷയിൽ ഞാൻ പറയുന്നത് നിയമത്തിന്റെ ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ശരി, അഡ്വക്കേറ്റ് പ്രസാദ് പത്മനാഭൻ, കുറേയധികം അതിഥികളുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. നോക്കൂ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, ഇലക്ഷൻ ഇല്ലായിരുന്നു എങ്കിൽ ഇടക്കാല ജാമ്യം എന്ന ചോദ്യമേ ഉണ്ടാകുമായിരുന്നില്ല. ഒരു ഫയലും ഒപ്പിടില്ല എന്ന സത്യവാങ്മൂലം ഇതിനകം തന്നെ അഭിഷേക് മനു സിംഗ്വി സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം തന്നെ ലഫ്റ്റനന്റ് ഗവർണർ ഇക്കാര്യത്തിൽ ഒരു വർക്കും സ്റ്റോപ്പ് ചെയ്യില്ല എന്നുള്ള ഒരു ഉറപ്പ് സുപ്രീം കോടതിയിൽ നിന്ന് അഭിഷേക് മനു സിംഗ്വി തേടുകയും ചെയ്തിട്ടുണ്ട്. നോക്കൂ, ഈ HR ഖന്ന എന്ന് പറയുന്നത് നമുക്കറിയാവുന്നതുപോലെ ആർട്ടിക്കിൾ 21 റൈറ്റ് ടു ലൈഫ് ആ വിഷയത്തിൽ ADM ജബൽപൂർ കേസിൽ വിധിന്യായം പുറപ്പെടുവിച്ചതിൽ വളരെ സുപ്രധാനമായ രീതിയിൽ ഒരു സമാന്തരമായ ഒരു വിധിന്യായം എഴുതിയിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ജസ്റ്റിസ് ഖന്ന. ഇവിടെ ഈ ഇലക്ഷൻ സമയത്ത് രാഷ്ട്രീയക്കാരെ തുറന്നുവിടാം എന്ന് പറയുന്ന ഒരു വിധി എത്ര കണ്ട് കീഴ്വഴക്കം സൃഷ്ടിക്കും? അതൊരു പക്ഷേ നമുക്ക് പൊതുവെ അർത്ഥത്തിൽ അതിനെ അപകടകരമായ വിധി എന്ന് സൂചിപ്പിക്കാവുന്നതല്ലേ ഉള്ളൂ. ജസ്റ്റിസ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ. ഇതിനകത്ത് ഏറ്റവും അപകടകരമായ കാര്യം നികേഷേ, ഇതിനകത്ത് അറസ്റ്റിനെ ചലഞ്ച് ചെയ്യുന്നതിന്റെ ബേസിക് ഗ്രൗണ്ട് അറസ്റ്റിന് വേണ്ടി തെരഞ്ഞെടുത്ത സമയത്തെക്കുറിച്ചാണ്. അറസ്റ്റ് ചെയ്യപ്പെടുന്നത് ഒരു മുഖ്യമന്ത്രിയാണ്, ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ, രാജ്യത്തുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഏറ്റവും ഒന്നാമത്തെ നേതാവാണ്. അറസ്റ്റ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഇലക്ഷന് സമയമായാണ് എന്ന അതൊരു കണ്ടൻഷനായിട്ട് റേസ് ചെയ്തിരിക്കുകയാണ്. അതിന്റെ പ്രത്യേകത എന്നെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ പദവിയിലിരുന്ന് ഒപ്പിടുന്നു എന്നതല്ല വിഷയം. അരവിന്ദ് കെജ്രിവാൾ എന്ന വളരെ തന്ത്രശാലിയായ ഒരു രാഷ്ട്രീയ നേതാവ്, ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന രാഷ്ട്രീയ നേതാവിന്റെ പ്രസൻസ് തെരഞ്ഞെടുപ്പ് സമയത്ത് ഈ രാജ്യത്തുണ്ടാകണം. ഈ രാജ്യത്ത് ജനാധിപത്യ സംവിധാനത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടക്കുന്നിടത്ത് അദ്ദേഹത്തിന്റെ പ്രസൻസ് ആവശ്യമാണ്. മറ്റു പല മുഖ്യമന്ത്രിമാരുടെ പ്രസൻസ് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല, പക്ഷെ ആ പ്രസൻസ് ആവശ്യമാണ്. തന്ത്രശാലിയായ നോർത്ത് ഇന്ത്യൻ പൊളിറ്റിക്സിൽ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള അദ്ദേഹത്തിന്റെ പ്രസൻസ് ഉണ്ടാകണം. അതാണ് അതിന്റെ ബേസ് ലൈൻ. രണ്ടാമത്തെ ഒരു വിഷയം ഞാൻ നിങ്ങളോട് പറയാം. ഒന്ന്, നിങ്ങളിപ്പോൾ അരവിന്ദ് കെജ്രിവാളിനെതിരെയുള്ള കേസ് ഇനി ഒരുപാട് ഗവൺമെന്റുകൾ കേന്ദ്രവും സ്റ്റേറ്റും ഒക്കെ ഭരിക്കുന്നിടത്ത് എന്താ കേസ് എന്ന് മനസ്സിലായോ? എക്സൈസ് പോളിസിയുടെ ലൂപ്പ് ഹോൾസ്, ആ ലൂപ്പ് ഹോൾസ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം കിക്ക് ബാക്ക് വാങ്ങിയിരിക്കുന്നു. ഇനി നിങ്ങൾക്ക് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 10 കൊല്ലം നടത്തിയ പോളിസി ഡിസിഷൻസിന്റെ ലൂപ്പ് ഹോൾസ് കാണണോ? ഇവിടുത്തെ എല്ലാ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്ങും വിറ്റുമൊഴിച്ചതിന്റെ ലൂപ്പ് ഹോൾസ്, അതിന്റെ കിക്ക് ബാക്സിന്റെ കണക്ക് ഇലക്ട്രൽ ബോണ്ടായിട്ട് കാണാം നമുക്ക് വേണമെങ്കിൽ. അപ്പൊ ഇത്തരം കേസുകളിലൊക്കെ ED കേസെടുക്കുമ്പോൾ അപ്രൂവറിനെ ക്രിയേറ്റ് ചെയ്യാം. 2 പേര് ഞാൻ പറയാം. രാഘവ് മജുന്ദ, ശരത് റെഡ്ഡി. രാഘവ് മജുന്ദയ്ക്ക് ജാമ്യം കൊടുത്തിരിക്കുന്നു പ്രതി. ഈ കേസിൽ 18/7/2023 ജാമ്യം കൊടുത്തിരിക്കുന്നു. ശരത് റെഡ്ഡിക്ക് അപ്രൂവറായിട്ട് 8/5/2023 ഈ ജാമ്യം കൊടുത്ത പ്രതികളെ കൊണ്ട് ഞാനൊന്ന് പറഞ്ഞോട്ടെ നികേഷ്, അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ജാമ്യം കൊടുത്ത ആളുകൾക്ക് ജാമ്യം കിട്ടിയത് എങ്ങനെയെന്ന് അറിയാമോ? സെക്ഷൻ 45 PMLA പ്രകാരം ട്വിൻ കണ്ടീഷൻ ഉണ്ട്. ആ ട്വിൻ കണ്ടീഷന്റെ ആപ്ലിക്കബിലിറ്റി ഇങ്ങനെയാണ്: പ്രോസിക്യൂഷൻ ഒപ്പോസ് ചെയ്താൽ, ഈ ഒരു എന്താ പറയുക, ഇവർ ഗിൽട്ടി അല്ല എന്ന് തോന്നിയാൽ മാത്രമേ ജാമ്യം കൊടുക്കാൻ സാധിക്കുള്ളൂ. അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. പ്രോസിക്യൂഷൻ ഒപ്പോസ് ചെയ്തില്ലെങ്കിൽ ഗിൽട്ടി ആണോ എന്ന് നോക്കാതെ ജാമ്യം കൊടുക്കുക. ഈ 2 പേരുടെയും കേസിൽ പ്രോസിക്യൂഷൻ ഒപ്പോസ് ചെയ്യാതെ പുറത്തു കൊണ്ടുവന്ന് 164 സ്റ്റേറ്റ്മെന്റ് എടുത്ത് കെജ്രിവാളിനെതിരെ മൊഴിയെടുക്കുകയാണ്. ഇവരുടെ പഴയ മൊഴികളിലൊന്നും ഇല്ലാത്തൊരു മൊഴി ക്രിയേറ്റ് ചെയ്യാണ്. ക്രിയേറ്റ് ചെയ്തിട്ട് ഇദ്ദേഹത്തിന് സമൻസ് അയക്കുകയാണ്. അല്ല, ഇവിടെ അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, എന്റെ വിഷയം എത്രയേ ഉള്ളൂ. സുപ്രീം കോടതി ഷാൾ ഡു കംപ്ലീറ്റ് ജസ്റ്റിസ് എന്നാണല്ലോ പറയുന്നത്. അതായത് അന്തിമ കോടതി എന്നുള്ള നിലയിൽ ഈ കോടതിക്ക് ഒരു വീഴ്ച പറ്റാൻ പാടില്ല. ഇതിപ്പോൾ അരവിന്ദ് കെജ്രിവാൾ തെരഞ്ഞെടുപ്പ് സമയത്തായതിനാൽ അദ്ദേഹത്തിന് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ ചുമതല ഏൽക്കാൻ വേണ്ടി അദ്ദേഹത്തെ തുറന്നു വിടാമെന്നാണ് സുപ്രീം കോടതി പറയുന്നത്. ഇത് നാളെ ഞാനൊരു രാഷ്ട്രീയക്കാരനാണ്, എനിക്കും ബാധകമാണ് ഏത് കോടതിയിലും. ഇല്ല സെക്ഷൻ 29A പ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടിയുടെ അധിപനാണ് അയാൾ. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പിന് തൊട്ട് ആ പൊളിറ്റിക്കൽ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിക്കേണ്ട ആളാണ് അദ്ദേഹം.
ഇന്ത്യൻ ജനാധിപത്യ ഞാനൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കി അതിന്റെ അധിപനായിക്കോളാം. കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട അതെ ഇനി അദ്ദേഹത്തെ അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടി ലീഡറിനെ ഡെമോക്രാറ്റിക് പ്രോസസ്സിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ അറസ്റ്റിന്റെ റീസൺസ് സെക്ഷൻ 19 അറസ്റ്റിന്റെ റീസൺസ് പറയണം. ആ റീസൺസ് നമുക്ക് അക്സെപ്റ്റബിൾ അല്ല എന്നാ പറഞ്ഞത്. ആ റീസൺസ് അക്സെപ്റ്റബിൾ ആയി ടൈം ഓഫ് അറസ്റ്റിന്റെ കാര്യത്തിൽ നിങ്ങൾ പറഞ്ഞ റൈറ്റിംഗിൽ കൊടുത്ത റീസൺസ് അക്സെപ്റ്റബിൾ അല്ല. അതുകൊണ്ടാണ് അറസ്റ്റ് ചലഞ്ച് ചെയ്തിരിക്കുന്നത്. അതിനൊരു സുപ്രീം കോടതി നേരത്തെ ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് പോലെ ഇത് അറസ്റ്റിന്റെ ഭരണഘടനാ വിരുദ്ധത, നിയമവിരുദ്ധതയാണ് ചോദ്യം ചെയ്തിട്ടുള്ളത്. ആ കേസ് നീണ്ടുപോകുന്ന ഘട്ടത്തിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇൻട്രീം ഹർജി എടുത്താലോ എന്ന് സുപ്രീം കോടതി ഇങ്ങോട്ട് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലില്ല. എന്നിട്ട് ഇൻട്രീം ഹർജി പരിഗണിക്കുന്ന സമയത്ത് സുപ്രീം കോടതി ചോദിച്ച ചില ചോദ്യങ്ങളാണ് എന്തുകൊണ്ട് ഈ സമയത്ത് അറസ്റ്റ് എന്നുള്ളത്. അതെ, അതാണ് അതിന്റെ ക്രൂഷ്യൽ ഗ്രൗണ്ട് ആണത്. അത് അറസ്റ്റിനെ ചലഞ്ച് ചെയ്തപ്പോൾ ഗ്രൗണ്ട് നമ്പർ 1 ആണത്. ഈ ടൈമിംഗ് ഓഫ് അറസ്റ്റ് എന്ന് പറയുന്നത്. ടൈമിംഗ് ഓഫ് അറസ്റ്റ് നമ്മുടെ ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറിയുടെ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ജനാധിപത്യം എന്ന് പറയുന്നത്. ജനാധിപത്യത്തിന്റെ ഒരു ഈ തിരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പായി മറ്റൊരു എതിർപക്ഷ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്ത് അകത്താക്കുക എന്ന തന്ത്രം, ആ തന്ത്രത്തെ വളരെ സീരിയസ് ആയിട്ട് കാണണം. എന്നെ നിങ്ങളെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ അടക്കം ചൂണ്ടിക്കാണിച്ച പ്രധാനപ്പെട്ട പോയിന്റ്സ്, അതായത് ജനാധിപത്യത്തിൽ നമ്മൾ ഇന്ന് ലഭിക്കാവുന്ന ഏറ്റവും മികച്ച വിധി എന്നുള്ള നിലയിലാണ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷായൊക്കെ ഇത് അവതരിപ്പിക്കുന്നത്. ഞാൻ അതുകൊണ്ടാണ് നേരത്തെ HR ഖന്നയുടെ കാര്യം പറഞ്ഞത്. ഇതേ ഇപ്പോൾ ജസ്റ്റിസ് ഖന്നയുടെ പിതാവ് HR ഖന്ന അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ ആർട്ടിക്കിൾ 20, താങ്കൾക്ക് ഓർമ്മയുണ്ടാവും, ആർട്ടിക്കിൾ 21 എന്ന് പറയുന്നത് എടുത്തു മാറ്റാൻ കഴിയാത്ത അങ്ങനെ ഒരു വിയോജന വിധി എഴുതിയിട്ടുള്ള HR ഖന്നയ്ക്ക് അന്ന് നഷ്ടമായത് ഇന്ദിരാഗാന്ധിയുടെ കാലഘട്ടത്തിൽ ചീഫ് ജസ്റ്റിസ് പദവിയാണ്. അച്ഛനും മോനും ഒന്നും ഒരേ സ്വഭാവക്കാരൻ, പക്ഷെ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു വിധിന്യായമായി വരികയാണിത്. KVS അല്ല നികേഷേ, ഞാൻ വിചാരിക്കുന്നില്ല ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് നമ്മൾ ഒരു മഹനീയ സ്ഥാനം കൽപ്പിച്ചിട്ടുണ്ട്. നമ്മുടെയൊക്കെ ഹൃദയത്തിൽ അതിനൊരു ബഹുമാനവും ആദരവും ഒക്കെ ഉണ്ട്. ജയിലിൽ കിടക്കുന്ന ഒരു അഴിമതി കേസപ്പെട്ട ഒരാള് അവർ എത്ര വലിയ രാഷ്ട്രീയ നേതാവാണെങ്കിലും ഏത് ഭരണഘടനാ പദവി വഹിക്കുന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് കാലത്ത് അങ്ങേരെ പുറത്തു വിടാമെന്ന് ആ കോടതി പറയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഒന്നാമത്തെ കാര്യം. പറഞ്ഞ കേക്കൂ, ഞാൻ പറയട്ടെ, അഫിഡാവിറ്റ് കൊടുക്കല്ല ചെയ്ത്. KVSനോട് ഒരു ചോദ്യം ചോദിക്കട്ടെ? രാഘവ് മജുന്ദയ്ക്കും ശരത് റെഡ്ഡിക്കും ജാമ്യം കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് ആക്ഷേപമില്ല എന്ന് ഇഡി പറഞ്ഞില്ലേ? തുടങ്ങിയ ഭാഗത്തേക്ക് രാഘവ് മജുന്ദയ്ക്കും ഞങ്ങൾക്ക് ആക്ഷേപമില്ല എന്ന് പറഞ്ഞില്ലേ? പൂർത്തിയാക്കട്ടെ, അല്ല ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ നികേഷ്. ഇടയ്ക്ക് അല്ലല്ല, പലർക്കും ജാമ്യം കൊടുത്തിട്ടുണ്ടാവും. അതിലേക്കൊക്കെ ഞാൻ പിന്നെ വരാം. നിങ്ങളുടെയൊക്കെ രാഷ്ട്രീയ താല്പര്യം എനിക്കറിയാം. സംസാരിക്കാൻ അനുവദിക്കും പ്ലീസ്. KVS തുടരൂ. താങ്കളുടെ രാഷ്ട്രീയ താങ്കൾ ബിജെപിയുടെ താല്പര്യമുള്ള ആളാണ്. KVSന്റെ സമയമാണ്. ഒന്ന് നിർത്തണ്ടോ നിങ്ങള്? ഒന്നിലേക്ക് നിങ്ങൾ നിർത്താല്ലെങ്കിൽ ഞാൻ ഇറങ്ങിപ്പോവും. പ്ലീസ് KVS പറയൂ. ഞാൻ ചർച്ചയ്ക്ക് വരുന്ന സമയത്ത് മറ്റുള്ളവർ കാര്യം ഇടപെടാൻ പോയാൽ അത് പറ്റൂല നികേഷേ. ഇല്ലെന്ന് അത് പറ്റില്ല. പറഞ്ഞോളൂ. അങ്ങനെയുള്ളവരുടെ കൂടെ ചർച്ചയ്ക്ക് ഇരിക്കാൻ ഞാനുമില്ല. അഗ്രസീവായ ഒരു വിഷയമാണ് ചർച്ചയ്ക്ക് വരുന്നവരുടെ കൂടെ വകതിരിവില്ലാതെ ചർച്ചയ്ക്ക് വരുന്നവരോടൊപ്പം ഇരിക്കാൻ ഞാൻ ശീലിച്ചിട്ടില്ല. നിങ്ങളൊക്കെ പോലുള്ള ആങ്കർമാരുള്ളത് കൊണ്ടാ ചർച്ചയ്ക്ക് വരുന്ന പല. ഞാൻ പറഞ്ഞ കേജ്രിവാള് ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതിയാണെന്ന് പല തവണ ഈ കേസുകൾ വന്ന സമയത്ത് ലോവർ കോർട്ട് ഉൾപ്പെടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മുടെയൊക്കെ മുമ്പിലുണ്ട്, പബ്ലിക് ഡോക്യുമെന്റ് ആണ്. പിന്നെ ഇവിടുത്തെ ആം ആദ്മിക്കാർക്കും മുസ്ലിം ലീഗുകാർക്കൊക്കെ കേജ്രിവാൾ മഹാനാണെന്ന് പറഞ്ഞാൽ അതൊന്നും ഇന്ത്യയുടെ ജുഡീഷ്യറി സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. മൂന്നാമത്തെ ഒരു കാര്യം, ഇത്രയും കാലം ജയിലിൽ കിടന്നിട്ടും
മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന നാണം കെട്ട ഒരു ഭരണാധികാരി ലോകത്തെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ലാലു പ്രസാദ് യാദവ് പോലും ജയിലിൽ പോയപ്പോ ഭാര്യ ഭരണം ഏൽപ്പിച്ചിട്ടാ പോയത്. ഇവിടെ KVS ആണ് സംസാരിക്കുന്നത്. അഡ്വക്കേറ്റ് വിനോദ് അദ്ദേഹം സംസാരിക്കട്ടെ. വിനോദ് അദ്ദേഹം സംസാരിക്കട്ടെ, അത് കഴിഞ്ഞതിന് ശേഷം KVS. നാണം കെട്ടൊരു ഭരണാധികാരി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടോ? ഇന്ത്യയുടെ ഭരണഘടന രൂപീകരിച്ച സമയത്ത് ഭരണഘടനാ നിർമ്മാണ സഭയില് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമെന്ന് അവരാരും ചിന്തിച്ചില്ല. ജയിലിൽ പോകേണ്ടി വരും മുഖ്യമന്ത്രിമാർക്കെന്ന്. അങ്ങനെയുള്ളവർ കടിച്ചു തൂങ്ങി കിടക്കുമെന്ന് ഇത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അരവിന്ദ് കെജ്രിവാളിന് ഞങ്ങള് ഇടക്കാല ജാമ്യം നൽകിയാൽ, കേക്കൂ, അരവിന്ദ് കെജ്രിവാളിന് ഞങ്ങൾ ഇടക്കാല ജാമ്യം നൽകിയാൽ അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിലെ ഔദ്യോഗിക കൃത്യനിർവഹണം നടത്താനാകില്ല എന്ന് സുപ്രീം കോടതി പറയുകയും അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് മനു അഭിഷേക് സിംഗ്വി അണ്ടർടേക്കിംഗ് എഴുതി കൊടുക്കുകയും ചെയ്തിരിക്കുന്നു. അപ്പോഴും ശ്രീ KVS ഹരിദാസ് സുപ്രീം കോടതി അദ്ദേഹത്തിന് ഇടക്കാല ജാമ്യം നൽകില്ല എന്ന ഒരൊറ്റ വാദത്തിൽ ഉറച്ചു നിൽക്കുമ്പോൾ നമുക്ക് ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. ഇത് രാഷ്ട്രീയമായ തിരിച്ചടിയാണ് ശ്രീ KVS. ഈ പറയുന്ന സുപ്രീം കോടതി അദ്ദേഹത്തിന്റെ ഇടക്കാല ജാമ്യം എടുത്തിട്ട് അറസ്റ്റിന്റെ സമയത്ത് ചോദ്യം ചെയ്തിരിക്കുന്നു. KVS നികേഷ് പറയുന്നതൊക്കെ ശരിയാ. മനു അഭിഷേക് സിംഗ് കേജ്രിവാളിന്റെ വക്കീല. അങ്ങേർക്ക് എന്ത് വേണമെങ്കിലും എഴുതി കൊടുക്കാം. ഇതുവരെ ഗവൺമെന്റിന്റെ നിലപാടുകള് അല്ലെങ്കിൽ ഈ കേസിലെ EDയുടെ നിലപാടുകള് കോടതി കേൾക്കാനിരിക്കുന്നതേ ഉള്ളൂ. കോടതി ഒരു ആദ്യ റൗണ്ടിൽ ആ കേസ് കണ്ടിട്ട് ഒരു ഓപ്പൺ കോർട്ടിൽ ഒരു നിരീക്ഷണം നടത്തി. ആ നിരീക്ഷണം കോടതിയുടെ നിലപാടൊന്നുമല്ല, ജഡ്ജ്മെന്റിന്റെ ഭാഗമൊന്നുമല്ല. ഓപ്പൺ കോർട്ടിൽ ജഡ്ജിമാർ അനവധി നിരീക്ഷണങ്ങൾ പലപ്പോഴും നടത്തിയിട്ടുണ്ട്, നമ്മളത് കേട്ടിട്ടുമുണ്ട്. അതിനപ്പുറത്തേക്ക് ഇതിനെന്തെങ്കിലും പ്രാധാന്യം ഇന്നത്തെ നിലയ്ക്ക് ഇതുവരെ കൽപ്പിക്കേണ്ടതില്ല. ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെയല്ല, നേരത്തെ പറഞ്ഞതാ. ഇത്രയൊക്കെ വലിയൊരു കേസിൽ പെട്ട് ഇത്രയും ദിവസങ്ങളായി ജയിലിൽ കിടക്കുന്ന മഹാൻ മുഖ്യമന്ത്രി കസേരയിൽ കടിച്ചു തൂങ്ങി കിടക്കുന്ന പ്രശ്നവും കൂടിയുണ്ട്. അതാണ് നേരത്തെ അമിത്ഷാ പറഞ്ഞിരുന്നത്. അവിടെയാണ് നേരത്തെ ആം ആദ്മി പാർട്ടിയുടെ പ്രതിനിധി പറഞ്ഞത്, മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് കടിച്ചു തൂങ്ങി കിടക്കുന്നത് ഈ പറയുന്ന രാഷ്ട്രീയ വിഷയത്തിന്റെ പ്രാധാന്യം നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള അവരുടെ അരവിന്ദ് കെജ്രിവാളിന്റെ തന്ത്രമാണ് ശ്രീ KVS. അല്ലാതെ അധികാര കൊതി കൊണ്ടല്ല, ധാർമ്മികത ഇല്ലാത്തത് കൊണ്ടല്ല. ഞാൻ പൂർത്തിയാക്കി നികേഷ്, അത് മാത്രമല്ല. പറയട്ടെ, വാദം തുടരാം. പ്രശാന്ത് പത്മനാഭൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ സുപ്രീം കോടതി ഷാൾ ഡു കംപ്ലീറ്റ് ജസ്റ്റിസ് എന്നുള്ള, പക്ഷേ സഫ്രണൈസ് ചെയ്യപ്പെട്ടിരിക്കുന്നു ജുഡീഷ്യറിയും എന്നുള്ള ആക്ഷേപം ഉയർന്നു വരുന്ന സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ നേതാവിന്, അദ്ദേഹം വെറും ഒരു രാഷ്ട്രീയ നേതാവല്ല, ഒരു ദേശീയ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്, 2 സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാണ്. അങ്ങനെ ഒരാളെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഘട്ടത്തിൽ പിടിച്ച് ജയിലിലിട്ടപ്പോൾ സുപ്രീം കോടതി ഈ അറസ്റ്റിൻ്റെ ടൈമിങ്ങിനെ കുറിച്ച് ചോദിക്കുകയാണ്. 2 വർഷം മുമ്പുള്ള കേസല്ലേ ഇത്? ഈ 2 വർഷം ഈ അന്വേഷണം മുന്നോട്ട് പോവുകയായിരുന്നു എന്ന് നിങ്ങൾക്ക് ഇപ്പോഴാണോ അല്ല 2 വർഷത്തിൽ ഈ പറയുന്ന അരവിന്ദ് കെജ്രിവാൾ കുറ്റക്കാരനാണ് അല്ലെങ്കിൽ അദ്ദേഹം പ്രതിയാണ് എന്ന് നിങ്ങൾക്ക് ഇപ്പോഴാണോ തോന്നിയത് എന്ന ചോദ്യത്തിന് ഈ പറയുന്ന അന്വേഷണത്തിൻ്റെ ഘട്ടത്തിലാണ് അരവിന്ദ് കെജ്രിവാളിൻ്റെ പങ്കാളിത്തത്തെക്കുറിച്ച് ബോധ്യപ്പെട്ടത്. അതുകൊണ്ടാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തത് എന്നാണ് SV രാജു കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ചോദ്യം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കാലഘട്ടത്തിലെ ജുഡീഷ്യറിയെക്കുറിച്ച് പല ഘട്ടത്തിലും ജുഡീഷ്യറിയുടെ മുഖത്ത് നോക്കി പ്രമുഖ അഭിഭാഷകർ പല കാര്യങ്ങളും പറയാറുണ്ട്. പുറത്ത് അത്തരത്തിലുള്ള ചർച്ചകളുണ്ട്. സഫ്രണൈസേഷനാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത്. അസാധാരണ സാഹചര്യത്തിൽ അസാധാരണമായ വിധത്തിൽ നിയമത്തെ വ്യാഖ്യാനിക്കേണ്ടി വരുന്നു എന്നാണോ കാണേണ്ടത്? ഞാൻ ആ വാക്കിനോട് യോജിക്കുന്നില്ല. ഓരോ കേസിനകത്ത് കോടതികൾ രേഖപ്പെടുത്തുന്ന കാരണങ്ങൾ എടുത്ത് നമുക്ക് റീസണബിൾ ആയിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യാം. ഈ ഒരു കേസിൽ എൻ്റെ ഒരു ലോ സ്റ്റുഡന്റ് എന്നുള്ള രീതിയിൽ എൻ്റെ അഭിപ്രായം, ഈ ഒരു കാര്യം ഇന്ന് സുപ്രീം കോടതി പറഞ്ഞ കാര്യം കെജ്രിവാളിനെ ആദ്യമായിട്ട് കെജ്രിവാളിന്റെ കേസ് കോടതിയിൽ എത്തിയപ്പോൾ തന്നെ പറയാമായിരുന്ന കാര്യമാണ്. കാരണം മനുഷ്യന്റെ ലിബർട്ടി, നേരത്തെ താങ്കൾ സൂചിപ്പിച്ചതുപോലെ CRPCയുടെ കീഴിലായാലും മണി ലോണ്ടറിംഗ് ആക്ടിന്റെ കീഴിലായാലും ഒക്കെ ലൈഫ് ആൻഡ് ലിബർട്ടി എന്ന് പറയുന്ന ഭരണഘടന വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഒരു ഫണ്ടമെന്റൽ, ഒരു മൗലിക അവകാശമാണ്. അത് കൃഷ്ണയ്യരുടെ കാലത്തുള്ളത്, അത് വ്യാഖ്യാനിച്ച് അത് ഡൈലൂട്ട് ചെയ്ത് പല കേസുകളിൽ ഇപ്പോൾ മാറി നേരെ തിരിച്ചൊക്കെ വിധികൾ വരുന്നുണ്ട്. വിനായക് സെൻ എന്ന് പറയുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തനം 2019 ഈ പറയുന്ന ഭേദഗതി അനുസരിച്ച് നിങ്ങൾക്ക് ജാമ്യം ലഭിക്കണമെങ്കിൽ പ്രോസിക്യൂഷൻ അനുവദിക്കണം. അതല്ല എങ്കിൽ എൻറ്റയർ കേസ് പൊളിയാണ് എന്ന് സുപ്രീം കോടതിക്കോ അല്ലെങ്കിൽ മറ്റു കോടതികൾക്കോ ബോധ്യപ്പെടണം.
ജാമ്യത്തിന് ആ പോകുമ്പോൾ നിയമം എന്റെ കേസ് എങ്ങനെ ഭേദഗതി പരിശോധിക്കാനാകും? ആ നിയമം അങ്ങനെ ഭേദഗതി ചെയ്തത് സുപ്രീം കോടതി അപ്ഹോൾഡ് ചെയ്യുകയായിരുന്നു. സുപ്രീം കോടതി തന്നെ, അതാണ് ഞാൻ പറഞ്ഞത്, ആ അപ്പോൾ ചെയ്ത നിയമത്തിൽ ജസ്റ്റിസ് കാൻവിൽക്കർ പോയി മാറ്റങ്ങൾ. ലോക്പാലിന്റെ ചെയർമാനായി 3-ാം ദിവസം. ഞാൻ അതിലേക്ക് കടക്കുന്നു. ഞാൻ വേറൊരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ലൈഫ് ലിബർട്ടി എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. അതിൽ നേരത്തെ രണ്ട് സ്പീക്കേഴ്സ് ഇവിടെ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നില്ല. ചീഫ് മിനിസ്റ്റർ ആയതുകൊണ്ട് ഒരു സ്പെഷ്യൽ റൈറ്റ് ഉണ്ടെന്നൊന്നും അദ്ദേഹം വാദിച്ചിട്ടില്ല. ഒരു സാധാരണ വ്യക്തിക്ക്, ഒരു സാധാരണ പൗരന് ഈ രാജ്യത്ത് കിട്ടുന്ന എല്ലാ അവകാശങ്ങളും, മൗലിക അവകാശങ്ങളും, പേഴ്സണൽ ലിബർട്ടിയും കേജ്രിവാളിനുണ്ടോ എന്നുള്ള ചോദ്യമാണ് വളരെ പ്രസക്തമായിട്ടുള്ളത്. ആ ഒരു കാര്യം ഈ ഒരു കേസിൽ കോടതിക്ക് ലേ ഡൗൺ ചെയ്യാം. ഇങ്ങനെയുള്ള കേസുകളിൽ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിനെ എന്ത് സാഹചര്യത്തിൽ ആർക്ക് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മിസ്യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ടിപ്പിക്കൽ കേസാണ്. അതിൽ തെളിവുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത് ട്രയലിൽ ആണ് സ്ഥാപിക്കേണ്ടത്. ആദ്യമേ പ്രഥമ ദൃഷ്ടിയ ഒരു തെളിവില്ലെങ്കിൽ, അല്ലെങ്കിൽ ഈ നേരത്തെ താങ്കൾ സൂചിപ്പിച്ച പോലെ PMLA വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു നിയമമാകുമ്പോൾ അതിനെ അറസ്റ്റ് ചെയ്യാനുള്ള കാരണങ്ങൾ, തക്കതായിട്ടുള്ള കാരണങ്ങൾ വേണം. റീസൺ ടു ബിലീവ് എന്ന് പറയുന്നത് സെക്ഷൻ 19 ഇന്ന് ആർഗ്യ ചെയ്തത്, അതിനകത്ത് അറസ്റ്റ് ചെയ്യുന്നതിന് തക്കതായിട്ടുള്ള കാരണങ്ങൾ വേണം. അത് കോടതി പരിശോധിക്കണം. ആ കാരണങ്ങൾ കണ്ടെത്താൻ കഴിയുന്നില്ല, കേജ്രിവാളിന്റെ പക്കൽ നിന്ന് എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അദ്ദേഹത്തെ റിലീസ് ചെയ്യേണ്ടതാണ്. അതിന് ബെയിൽ ആപ്ലിക്കേഷൻ ഫയൽ ചെയ്തോ ഇല്ലയോ എന്നുള്ളത് ഒരു പരമോന്നത കോടതിയിൽ ഒരു ടെക്നിക്കൽ ഇഷ്യൂ മാത്രമാണ്. അദ്ദേഹം ചാലഞ്ച് ചെയ്തിരിക്കുന്നത് ആ ഒരു അറസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു കാര്യത്തെ തന്നെയാണ്. നേരത്തെ താങ്കൾ 2 പ്രാവശ്യം പറയുന്നത് തെറ്റാണ്, ഞാൻ സൂചിപ്പിച്ചു കൊള്ളട്ടെ. HR ഖന്നയുടെ മകനല്ല സഞ്ജീവ് ഖന്ന, അദ്ദേഹത്തിന്റെ ഒരു റിലേറ്റീവ് ആണ്. പക്ഷേ കാരണം നമ്മളൊരു ഫ്യൂഡൽ വ്യവസ്ഥയല്ല. ജനാധിപത്യത്തില് ഓരോ വ്യക്തികളും വ്യത്യസ്തരാണ്. അതില് ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ എന്ത് ചെയ്യുന്നു, വിധിയിൽ എന്ത് എഴുതിയിരിക്കുന്നു എന്ന് നോക്കിയാണ് നമ്മൾ ക്രിട്ടിസൈസ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ അതിനെ ന്യായമായിട്ടുള്ള രീതിയിൽ എല്ലാ വ്യക്തികൾക്കും അവകാശമുണ്ട് ചോദ്യം ചെയ്യാൻ. അത് കോടതി ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഒന്നുമല്ല. ഞാൻ നേരത്തെ HR ഖന്നയുടെ മകനാണ് സഞ്ജീവ് ഖന്ന എന്ന് പറഞ്ഞതിൽ പിഴവുണ്ട് എങ്കിൽ എന്നോട് ക്ഷമിക്കണം. പക്ഷേ ആ വിധിന്യായത്തെയും ഇപ്പോൾ വരാൻ പോകുന്ന വിധിന്യായത്തെയും നോക്കൂ. ഒന്ന് അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ, രണ്ടാമത്തേത് അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ എന്ന് പ്രതിപക്ഷം വിളിക്കുന്ന കാലഘട്ടത്തിൽ. ഈ 2 വിധിന്യായമാണ് ഞാൻ താരതമ്യം ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ദയവായി തുടരുക. അഡ്വക്കേറ്റ് വിനോദ്, ഇവിടെ ഒരു അസാധാരണ സാഹചര്യം, അസാധാരണ വിധിന്യായം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് എങ്കിൽ നോക്കൂ, സത്താ ബസാറൊക്കെ തന്നെയും മാറ്റി പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഇപ്പോൾ മാറ്റത്തിൻ്റെ കാറ്റ് വീശുന്നു എന്ന രാഷ്ട്രീയമായ തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ജുഡീഷ്യറിയിൽ ഉണ്ടാവുന്നുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ഇപ്പം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം ഹരിയാനയിൽ 3 സ്വതന്ത്ര MLA-മാർ രാജിവെച്ചിരിക്കുന്നു. ആ ഗവൺമെന്റിന്റെ ഭാവി എന്താണെന്ന് നമുക്കിപ്പോൾ വ്യക്തമാണ്. അത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? കഴിഞ്ഞ ദിവസം ഞാൻ കേട്ട ഒരു വാർത്ത, മാധ്യമ അവലോകനമാണ്. ഉത്തരേന്ത്യയിലെ ചാനലുകൾ കൂടുതൽ പ്രതിപക്ഷ നേതാക്കന്മാരുടെ പ്രസംഗത്തിന് സ്പേസ് കൊടുക്കും. നിങ്ങൾ ഒരുപക്ഷെ കാണുന്നുണ്ടായിരിക്കും. അപ്പൊ ഇത്തരത്തിൽ ഒരു മാറ്റം ഈ 3-ാം ഘട്ട തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി മാറുന്നു എന്നുള്ളത് സത്യമാണ്, വ്യക്തമാണ്. പിന്നെ അങ്ങ് പറഞ്ഞ, അല്ലെങ്കിൽ ശ്രീ KV ഹരിദാസ് പറഞ്ഞ ഒരു കാര്യത്തിൽ മറുപടി പറയാതെ പോയാൽ, എൻ്റെ സ്പേസിൽ അത് മറുപടി പറയാതെ പോയാൽ എനിക്ക് അതിനുള്ള സാധ്യതയില്ല, സാഹചര്യമില്ല. ഇവിടെ 1999-ലെ ജാർഖണ്ഡിലെ കൽക്കരി അഴിമതിയെ ബന്ധപ്പെട്ട് ജയിലിൽ പോയ യൂണിയൻ മിനിസ്റ്റർ ദിലീപ് റേയുടെ ശിക്ഷ കഴിഞ്ഞ ദിവസം ഡൽഹി ഹൈക്കോടതി സെന്റൻസ് സസ്പെൻഡ് ചെയ്തു. എന്തിനാണെന്നറിയാം? ഒഡീഷയിലെ അദ്ദേഹത്തിന് കാൻഡിഡേറ്റായി BJP കാൻഡിഡേറ്റ് മത്സരിക്കുന്നതിന് വേണ്ടി അദ്ദേഹം ശിക്ഷ സസ്പെൻഡ് ചെയ്ത ഉത്തരവ് ഇറങ്ങിയിട്ട് ഒരാഴ്ച മാത്രമേ ആയിട്ടുള്ളൂ. അദ്ദേഹം BJPയുടെ കാൻഡിഡേറ്റ് ആണ്. ശിക്ഷ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ അറിവിലേക്ക് പറയുകയാണ്. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞു, ഇന്ത്യ കണ്ടതിൽ ഏറ്റവും നാണം കെട്ട മുഖ്യമന്ത്രിയാണ്, കടിച്ചു തൂക്കി കിടക്കുന്ന ആളാണ് കേജ്രിവാൾ. ഞാൻ പറയാം നാണം കെട്ടത് ആരാണെന്ന്. അതായത് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സെക്ഷൽ ഹാം നടക്കുകയാണ് ഇന്ത്യയിൽ. പ്രജുൽ റേവണ്ണ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ഈ സെക്ഷൽ ആക്ടിവിറ്റീസിനെ പറ്റി, കേസിനെ പറ്റി കർണാടകയുടെ BJP പ്രസിഡന്റ് അടക്കം നരേന്ദ്രമോദിക്കും അമിത്ഷായ്ക്കും ഇവരുടെ കോർ കമ്മിറ്റിക്കും കത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും അദ്ദേഹത്തെ കാൻഡിഡേറ്റ് ആക്കിയതിനു ശേഷം അതേ സ്ഥലത്ത് വന്ന് പ്രജുൽ നോട്ട് കൊടുക്കൂ, ആ വോട്ട് നരേന്ദ്രമോദിക്കുള്ള വോട്ടാണ്, നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടിക്കൊട്ട വോട്ടാണ് എന്ന് പറഞ്ഞു. അതായത് ഒരു മാനഭംഗ കേസിൽ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ബലാത്സംഗ കേസിലെ പ്രതിക്ക് വോട്ട് ചോദിച്ച, അറിവോടുകൂടി വോട്ട് ചോദിച്ച നരേന്ദ്രമോദിയാണ് ഇന്ത്യ കണ്ട ഏറ്റവും നാണകെട്ട പ്രധാനമന്ത്രി. സാക്ഷി മാലിക് എന്ന് പറയുന്ന ഇന്ത്യയുടെ അഭിമാന താരമായ ഒരു പെൺകുട്ടി നീതിക്ക് വേണ്ടി തെരുവിറങ്ങിയതിനു ശേഷം സുപ്രീം കോടതിയിൽ പോയി FIR രജിസ്റ്റർ ചെയ്തതിനു ശേഷം ആ കേസിൽ ബ്രിജ്ഭൂഷൺ എന്ന് പറയുന്ന ഒരു ഗുണ്ടയെ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഗുണ്ടാ നേതാവിനെ മാറ്റി നിർത്തേണ്ട സാഹചര്യം വന്നപ്പോൾ അയാളുടെ മകന് കാൻഡിഡേറ്റ്ഷിപ്പ് കൊടുത്ത നരേന്ദ്രമോദിയും അമിത്ഷായുമാണ് ഇന്ത്യ കണ്ട ഏറ്റവും നാണകെട്ട പ്രധാനമന്ത്രി എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ കേജ്രിവാൾ അല്ല, അദ്ദേഹം ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ല, അദ്ദേഹം യാതൊരു അഴിമതിയും നടത്തിയിട്ടില്ല. അറസ്റ്റിനെ ചലഞ്ച് ചെയ്തുള്ള ഒരു കേസിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സ്വാഭാവിക എല്ലാവിധ സവിശേഷ അധികാരം ഉപയോഗിച്ച്
ഇന്ററിം ബെയിലിനെ പറ്റി കോടതി സംസാരിക്കുന്നെങ്കിൽ അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷനാണ്, പരമോന്നത കോടതി വിധിയാണ്. അത് അംഗീകരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട്. ഇവരൊന്ന് പറയണം. ഇപ്പം ഇവിടെ ഇരിക്കുന്ന ഇദ്ദേഹം ഒന്ന് പറയണം. എന്താ അറിയാമോ, കേജ്രിവാൾ ജാമ്യം സുപ്രീം കോടതി അംഗീകരിക്കത്തില്ലെന്ന് പറയാൻ ധൈര്യമുണ്ടെങ്കിൽ, നട്ടലിന് തന്റെ ഇടമുണ്ടെങ്കിൽ അത് പറഞ്ഞിട്ട് ഈ ചർച്ച അവസാനിപ്പിക്കണം. ശരി, അനിൽ ബോസ്, നോക്കൂ, ഇവിടെ പ്രധാനപ്പെട്ട കാര്യം മാറ്റത്തിന്റെ കാറ്റ് വീശുന്നുണ്ടോ എന്നുള്ളതാണ്. മൂന്നാം ഘട്ടം അവസാനിക്കുമ്പോൾ ഏതാണ്ട് പകുതിയോട് സീറ്റുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പൂർത്തിയായിരിക്കുന്നു. ഇപ്പോൾ പെട്ടിയിൽ നമുക്ക് അറിയാത്ത കാര്യമുണ്ട്, അത് ആർക്കെഡ്ജ് എന്നുള്ളതാണ്. നോക്കൂ, 6 മുതൽ 8% വരെ പോളിംഗ് ഉത്തരേന്ത്യയിൽ കുറയുന്നു. ഇന്നത്തെ പോളിംഗ് ശതമാനം നോക്കിയാൽ തന്നെയും ഏതാണ്ട് 6%-ൻ്റെയും 7%-ത്തിൻ്റെ ഇടയിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. അനിൽ ബോസ്, ആ നിലയിലുള്ള രാഷ്ട്രീയ മാറ്റം ഉണ്ടാകുമ്പോൾ ഈ പറയുന്ന എല്ലാ ഇൻസ്റ്റിറ്റ്യൂഷനും അതിൻ്റേതായിട്ടുള്ള മാറ്റം വരും എന്നുള്ളത് നമ്മൾ കണ്ട. നേരത്തെ ഇവിടെ ആം ആദ്മി പാർട്ടി പ്രതിനിധി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ മാധ്യമങ്ങളിൽ അതിൻ്റെ സൂചന കണ്ടു തുടങ്ങിയിരിക്കുന്നു, പ്രത്യേകിച്ച് ഹിന്ദി മാധ്യമങ്ങളിൽ. അല്ല, അത് വളരെ കൃത്യമാണ്. ഈ തെരഞ്ഞെടുപ്പ് തുടങ്ങിയ സന്ദർഭം തൊട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ മാറ്റം തന്നെയാണ്. ഇപ്പോഴുള്ള ഹുങ്കെന്താ, ഇതുവരെ ഇവർക്ക് വേണ്ടി ഇവർക്ക് വശംവദരായ ആളുകൾ നിന്നെന്തുകൊണ്ടാണ് 303 എന്ന് പറയുന്ന ഒരു ഭാഗ്യസംഖ്യ, ഒറ്റയ്ക്കുള്ള BJPയുടെ ഭൂരിപക്ഷം പ്ലസ് 50 സഖ്യകക്ഷികൾ അടക്കം 353 പേരുടെ എണ്ണം, ആ ശക്തിയിലും പ്രതാപത്തിലുമാണ് ഇത്രയും നിഷ്ഠൂരമായ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ ഇവർക്ക് കഴിഞ്ഞത്. ഇവർ ചെയ്തിട്ടുള്ളത് ഇവിടെ പല കാര്യങ്ങൾ, ബ്രിജ്ഭൂഷൻ്റെ അടക്കം പല കാര്യങ്ങളും ഇവിടെ പ്രതിപാദിച്ചു. ഒരുപാട് ആളുകളെ വേദനിപ്പിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ, അത് കർഷക വിഷയത്തിലാണെങ്കിലും മണിപ്പൂർ വിഷയത്തിലാണെങ്കിലും പൗരത്വത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ പറയുന്ന സ്ത്രീ സംരക്ഷണം, ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. തൊഴിലില്ലായ്മ അടക്കമുള്ള, വിലക്കയറ്റം അടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇവിടെയെല്ലാം ഇവർ ചാമ്പ്യന്മാരാകാൻ ചൂണ്ടിക്കാണിച്ചത് അവരുടെ കരുത്തും അവരുടെ ശക്തിയും ഈ അംഗബലത്തിൽ ഉള്ള അഹങ്കാരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് കടന്നു വന്ന ഓരോ ഘട്ടവും നമുക്ക് പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നിലവിൽ 400 എന്ന് പറയുന്ന പ്രഖ്യാപനത്തിൽ നിന്ന് പുറകോട്ട് മാറി, 50 സീറ്റ് പോലും പിടിക്കത്തില്ല ഇന്ത്യ സഖ്യം എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് മാറി 5 വർഷം 5 പ്രധാനമന്ത്രിമാർ ഭരിക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തി. ഇപ്പോൾ ഉറപ്പായി നമുക്ക് ഈ ഡിബേറ്റിൽ പറയാൻ കഴിയും, 101% ആത്മവിശ്വാസത്തോടു കൂടിയും ശരിയായ ബോധ്യത്തോടു കൂടിയും പറയാൻ കഴിയും. വേണമെങ്കിൽ നമുക്ക് സീറ്റ് എണ്ണി ചർച്ച ചെയ്യാം, അതിനും ഞാൻ തയ്യാറാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരികയും ഗവൺമെൻറ് ഉണ്ടാക്കുകയും ചെയ്തിരിക്കും. 230 എന്ന് പറയുന്ന നമ്പറിൽ പോലും എത്താൻ BJPക്കും സഖ്യകക്ഷികൾക്കും കഴിയില്ല. ആ തിരിച്ചറിവാണ് ഇവരെ പതറിക്കുന്നത്. അതുകൊണ്ടാണ് ഒരു പ്രധാനമന്ത്രിയുടെ പദത്തിലിരുന്നു കൊണ്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏറ്റവും ബിലോ ലെവലിലേക്ക് വന്ന് ഇത്രയും എന്താ പറയുക, നികൃഷ്ടമായ വാക്കുകൾ, ജനങ്ങളെ തമ്മിലടിപ്പിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുന്ന അധപ്പതനത്തിൻ്റെ അവസ്ഥയിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നിട്ടുണ്ടെങ്കിൽ വിഭ്രാന്തിയിൽ നിന്നാണ്, തോൽവി എന്ന തിരിച്ചറിവിൽ നിന്നാണ് അതുണ്ടായിട്ടുള്ളത്. നോക്കൂ, ശ്രീ KV ഹരിദാസ്, ആ പോയിന്റിൽ നിന്നാൽ ഇപ്പോൾ ഹരിയാന നിയമസഭയിൽ സാധാരണഗതിയിൽ BJPക്കുള്ള പിന്തുണ പിൻവലിക്കാൻ, BJPക്ക് പിന്തുണ കൂടി വന്ന് ഒരുപക്ഷെ ഏകരാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ BJP അതിൻ്റെ ഒരു അപ്രമാദിത്വം കാണിക്കുന്ന ഘട്ടത്തിലാണ് ഹരിയാനയിലെ 3 MLA-മാർ. ഇപ്പോൾ ജുഡീഷ്യറി നമുക്ക് ആ നിലയിൽ പറയാൻ കഴിയില്ല എങ്കിൽ തന്നെയും ജുഡീഷ്യറിയുടെ കൂടി ജനാധിപത്യം പുലരണം എന്ന ആവശ്യത്തിലേക്ക് ജുഡീഷ്യറി കൂടി വരുമ്പോൾ അത് വളരെ എക്സൈറ്റിംഗ് അല്ലേ ശ്രീ KV ഹരിദാസ്? സത്താബ് സാർ എന്തായാലും 100 സീറ്റ് കോൺഗ്രസ് കടക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 2014, 2019 കഴിഞ്ഞാൽ 2024 15 വർഷത്തെ ഒരു ഇടവേളയിലെ ഏറ്റവും പ്രതിപക്ഷ കക്ഷി എന്നുള്ളതല്ല വെച്ചാൽ ഔദ്യോഗിക പ്രതിപക്ഷ കക്ഷി എന്നുള്ള നിലയിലുള്ള സീറ്റിലേക്കെങ്കിലും കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് വരാൻ കഴിയുമെന്നുള്ളതാണ്. കേവല ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് BJP എത്തും എന്നുള്ള നില ശ്രീ KVS നിങ്ങളെയൊക്കെ ആശങ്കയിലാക്കുന്നുണ്ടോ? അല്ല നികേഷ്, ഞങ്ങൾക്കൊരു ആശങ്കയില്ല. ഞങ്ങളുടെ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ചില കാര്യങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. അതിനനുസൃതമായ പ്രതികരണം ഞങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. ഞങ്ങൾ ഗ്രൗണ്ട് ലെവലിൽ പ്രവർത്തിക്കുന്നുണ്ട്, മാസങ്ങളായിട്ട് പ്രവർത്തിക്കുക. ഇവിടുത്തെ പ്രതിപക്ഷ നേതാക്കന്മാർക്കാർക്കും ഈ ഗ്രാമങ്ങളിൽ ചെന്ന്, നാടുകളിൽ ചെന്ന് വോട്ടർമാരെ നേരിട്ട് കാണാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. അതിനുള്ള പ്രവർത്തന നേരെയില്ലാത്ത നേതാക്കന്മാരാണ് പലരും. അവർക്ക് എന്തെങ്കിലും വിളിച്ചു പോകാനുള്ള അധികാരമുണ്ട്. അവരെ നമുക്ക് സമാധാനിപ്പിക്കാം ജൂൺ 4 വരെ.
അതിനെക്കുറിച്ച് തർക്കത്തിനൊന്നും പോകണ്ട. അവരുടെ പ്രതീക്ഷയ്ക്കൊത്ത് അവരുടെ ആഗ്രഹത്തിനൊത്ത് പറഞ്ഞു നടക്കട്ടെ. പക്ഷേ ജൂൺ 4 വോട്ടെണ്ണി കഴിയുമ്പോൾ നരേന്ദ്രമോദി 400 സീറ്റോടുകൂടി വീണ്ടും അധികാരത്തിൽ വരും. നിങ്ങൾ പറയുന്നില്ലല്ലോ. രണ്ടാമതൊരു കാര്യം, വളരെ ഭംഗിയായി പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടി കൗണ്ടർ കഴിഞ്ഞല്ലോ. ഈ 400 സീറ്റ് ചോദിക്കുന്നത് ഭരണഘടനാ ഭേദഗതിക്ക് വേണ്ടിയാണ്. ഭരണഘടനാ ഭേദഗതി എന്ന് പറഞ്ഞാൽ സംവരണം എടുത്തു കളയുമെന്നുള്ള പ്രചരണം വളരെ ശക്തമാണ്. അതിൽ നിന്ന് അതുകൊണ്ട് നിങ്ങൾ പിന്മാറി KVS. നികേഷേ, ഞാൻ സംവരണത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഞാൻ അത് ആവർത്തിക്കേണ്ടി വരുന്നു. നേരത്തെ പലരും സൂചിപ്പിച്ചു ഇവിടുത്തെ സംവരണ ഇഷ്യൂ കൊണ്ടുവന്നത് ആരാ നികേഷേ? OBC-കാരുടെ സംവരണം. അതിനകത്ത് മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കാനുള്ള നികൃഷ്ടമായ നീക്കം നടത്തിയത് ആരാ? കോൺഗ്രസ് അല്ലേ? ലാലു പ്രസാദ് യാദവ് പറഞ്ഞെന്താ? മതത്തിന്റെ അടിസ്ഥാനത്തിൽ മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കും എന്ന് പ്രഖ്യാപിച്ചില്ലേ? അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് പറയേണ്ടി വന്നത് SC OBC-കാരുടെ സംവരണം ഞങ്ങൾ നിലനിർത്തും. അതിനകത്ത് OBC-കാരുടെ സംവരണത്തിനകത്ത് മുസ്ലിങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കില്ല, സംവരണം കൊടുക്കില്ല എന്ന് കോൺഗ്രസ് പ്രഖ്യാപിക്കുമോ? ഇന്നും നരേന്ദ്രമോദി ചോദിച്ചിട്ടുണ്ട്. വിശദമായ ചർച്ച ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നിരവധി തവണ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവിടെ മുസ്ലിം എന്ന മതത്തിന്റെ അടിസ്ഥാനത്തിലല്ലല്ലോ. എവിടെ അനിൽ ബോസിന് എന്താ പറയാനുള്ളത്? ഒന്ന് പൂർത്തിയാക്കും വേഗം. ഒരൊറ്റ മിനിറ്റ് വരാം KVS. അനിൽ ബോസ് കൗണ്ടർ പറയാം. സംവരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി പറയുന്ന താൻ ജീവിച്ചിരിക്കെ മുസ്ലിം സമുദായത്തിന് സംവരണം കൊടുക്കാൻ അനുവദിക്കത്തില്ല എന്നാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പ്രസംഗത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ആന്ധ്രയിൽ ഇവരുടെ സഖ്യമാണല്ലോ NDA സഖ്യം. ആ NDA സഖ്യത്തിന്റെ പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ട് ഇവരുടെ ഘടകകക്ഷിയായിട്ടുള്ള തെലുങ്ക് ദേശത്തിന്റെ നേതാവ് ചന്ദ്രബാബു നായിഡു പ്രഖ്യാപിച്ചിട്ടുണ്ട് മുസ്ലിം സമുദായത്തിന് സംവരണം. എന്താ നിങ്ങളുടെ നിലപാട്? നിങ്ങൾ ആ മുന്നണിയിൽ നിന്ന് തെലുങ്ക് ദേശത്തെ പുറത്താക്കുന്നു. പ്രധാനമന്ത്രി മരിക്കേണ്ടി വന്നാലും സംവരണം കൊടുക്കത്തില്ല എന്ന് പറയുമ്പോൾ അവിടെ തെലുങ്ക് ദേശം പറയുന്നു, ചന്ദ്രബാബു നായിഡു പറയുന്നു, NDAയുടെ ഘടകകക്ഷി പറയുന്നു. നിങ്ങൾക്ക് എന്താ നിലപാട്? ഡബിൾ റോൾ കളിക്കരുത്. മാത്രമല്ല ഒരു വരി കൂടി ഉള്ളത് ഇവർ അറിഞ്ഞിരിക്കേണ്ട കാര്യം, 543 അംഗ പാർലമെന്റിൽ ഒറ്റ സെക്കൻഡ് KVS ഹരിദാസ്, 543 അംഗ പാർലമെന്റിൽ 353 കഴിഞ്ഞാൽ 190 എന്ന് പറയുന്ന പ്രതിപക്ഷത്തുണ്ട്. കഴിഞ്ഞ 10 വർഷക്കാലം രാജ്യവും ശക്തിയും എല്ലാം ഉപയോഗിച്ചിട്ടും നിങ്ങളുടെ കൂടെ നിൽക്കാത്ത 190 പേരാണ് ഇന്ത്യയിൽ പ്രതിപക്ഷത്തുള്ളത്. പല പാർട്ടികളിലായി ഇന്ത്യ സഖ്യത്തിലുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. കേവലം 120 സീറ്റ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്തും 310. ആ 310 272 മതി ഇവിടെ ഒരു ഗവൺമെന്റ് ഉണ്ടാക്കാൻ. ആ ചിത്രത്തിലേക്കൊക്കെ ഇന്ത്യ സഖ്യവും അല്ല. രണ്ടാമത്തെ കേസും ഇപ്പൊ കേജ്രിവാളിലേക്ക് ഒരു മിനിറ്റ് തിരിച്ചു പോകാതെ പറ്റൂല. പലതും പറഞ്ഞുകൊണ്ടാ നമ്മളെ നാട്ടില് നിരോധിക്കപ്പെട്ട ഒരു ഭീകര പ്രസ്ഥാനം എന്ന നിലയ്ക്ക് നിരോധിക്കപ്പെട്ടവരിൽ നിന്ന് പണം വാങ്ങിയതിന്റെ പേരില് NIA അന്വേഷണം നേരിടാൻ പോവാ ഇപ്പൊ അയാള്. പ്രധാനമന്ത്രി അമിത്ഷായെ ആക്ഷേപിച്ചാൽ നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയിൽ നിന്ന് പണം വാങ്ങിയതിന് കേസ് നേരിടാൻ പോവുകയാണെന്ന് നിങ്ങൾ കേസെടുക്കുന്നു, നിങ്ങളത് കൊണ്ടുപോകുന്നു, എന്നിട്ട് പറയുന്നു PMLA കഴിഞ്ഞാൽ പിന്നെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെന്റ് എനിക്ക് കാണിക്കാറുണ്ട്. ഇതിനകത്ത് ഡോക്യുമെന്റിന്റെ ഒന്നും കാര്യമില്ല. എവിടെയൊക്കെ ജാമ്യം കിട്ടാത്ത അവസ്ഥയുണ്ടോ അവിടെയൊക്കെ പോയി കേസ് എന്നിട്ട് പറയാതാ കേസ് നേരിടാൻ പോവുകയാണ്. ശരി, എനിക്കൊരു ചെറിയ ഇടവേള കൂടി വരണം. ഞാൻ വരാം, സമയം തരാം. വളരെ കുറച്ചേ ഉള്ളൂ, എങ്കിൽ പോലും എല്ലാവർക്കും കൃത്യമായി വിഭജിച്ച് തരാം. ഇടവേളയ്ക്ക് അഡ്വക്കേറ്റ് പ്രശാന്ത് പത്മനാഭൻ പറഞ്ഞോളൂ. അതായത് ഇപ്പോ PMLA പ്രകാരമുള്ള കേസാണെങ്കിൽ വരാൻ പോകുന്നത് NIA കേസാണ്. അല്ല, ഒരു സംശയത്തിന്റെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്നിട്ടില്ല. ഇല്ല, തരാം. അഡ്വക്കേറ്റ് ഭൂഷൺ അടുത്ത ഘട്ടം താങ്കളിലേക്കാണ്. പറഞ്ഞോളൂ അഡ്വക്കേറ്റ് പ്രശാന്ത് ഭൂഷൺ. ഒരു സംശയത്തിന്റെ ഇദ്ദേഹം ഈ പറഞ്ഞ കാര്യം എനിക്ക് രണ്ടാമത് റൗണ്ട് എന്റെ അടുത്ത് വന്നിട്ടില്ല. അങ്ങനെ പോയിട്ട് എന്താ കാര്യം? വരാം അഡ്വക്കേറ്റ് ഭൂഷൺ. സംശയത്തിന്റെ പുകമറ സൃഷ്ടിച്ചുകൊണ്ട് ഇവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ന്യൂസ് വരുന്നു. ആ ന്യൂസിൽ എന്താണ് നിജസ്ഥിതി എന്ന് നമുക്കറിയത്തില്ല. ആരുടെ കയ്യിൽ നിന്നാണ് പണം മേടിച്ചത്, എന്തെങ്കിലും തെളിവുണ്ടോ? ഒരു കോടതിയിൽ ഒരാളെ ശിക്ഷിക്കുന്നത് വരെ അയാള് നിരപരാധിയാണെന്നുള്ളതാണ് പ്രിസംഷൻ. അത് എല്ലാവർക്കും ബാധകമാണ്. ആ ഒരൊറ്റ കാരണം പോലെ ഈ പറയുന്നത് പോലെ അദ്ദേഹം പറഞ്ഞതുപോലെ
ഖാലിസ്ഥാൻ അനുകൂല സംഘടനയുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചു. ആര് പണം മേടിച്ചു? എന്താണ്? ഒരു ന്യൂസ് വന്നു. ഇങ്ങനെ സെലക്റ്റീവ് ആയിട്ടുള്ള ചില ന്യൂസുകൾ ലീക്ക് ചെയ്യുന്നു. നമുക്കതിന്റെ നിജസ്ഥിതി അറിയത്തില്ല. പക്ഷെ നമ്മൾ എല്ലാവരും മുന്നിൽ കണ്ട ഒരു പ്രസ്താവന, ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഒരു പ്രസ്താവന ഇറക്കിയിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇൻഫിൽട്രേറ്റേഴ്സിനും അർബൻ നക്സൽസിനും ഒന്നും വീതിച്ചു കൊടുക്കുന്നതാകരുത് ഇവിടുത്തെ കോൺഗ്രസിന്റെ മാനിഫെസ്റ്റോ അങ്ങനെയാണെന്ന് പറഞ്ഞു. ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്ന ഒരു ഇൻഡിപെൻഡന്റ് അതോറിറ്റിയാണ്, ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. എന്തെങ്കിലും ഒരു ആക്ഷൻ എടുത്തതായിട്ട് കണ്ടോ? സ്ഥാപനങ്ങൾ ഇവിടെ വളരെ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കുന്നു എന്നൊരു തോന്നല് ജനങ്ങൾക്കുണ്ടോ? അതുകൊണ്ടാണ്, അതില്ലാത്തത് കൊണ്ടാണ് ഈവൻ അമേരിക്ക, UK, ഈവൻ UN പോലുള്ള സംഘടനകൾ പോലും ഞങ്ങൾ വാച്ച് ചെയ്യുകയാണ്. ഇന്ത്യയിലെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് വെളിയിൽ നിന്നുള്ളവർ പോലും വാച്ച് ചെയ്യുന്നു പറഞ്ഞു. ഇല്ലിബറൽ ഡെമോക്രസി എന്ന ഒരു ലേബല് ഇന്ത്യക്ക് കിട്ടിക്കഴിഞ്ഞു. ഫ്രീ പ്രസ് ഇൻഡെക്സിൽ ഇന്ത്യ താഴോട്ട് വന്നു കഴിഞ്ഞു. ബെയിൽ കണ്ടീഷൻസ് ഒരു ഓണറസ് ആകാൻ പാടില്ല. ഈവൻ സുപ്രീം കോടതി പോലും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു മുഖ്യമന്ത്രിയോട് നിങ്ങൾ മുഖ്യമന്ത്രിയുടെ ചുമതലകൾ നിർവഹിക്കരുത് എന്നൊരു കണ്ടീഷൻ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിഭാഷകൻ ഒരുപക്ഷെ ഗതികേട് കൊണ്ട് എഗ്രി ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു കാണും. അതെ, അതാണ് ഓപ്ഷൻ എന്നുള്ളത് കൊണ്ടാണ്. ക്ഷമിക്കണം അഡ്വക്കേറ്റ് പ്രശാന്ത്, എനിക്ക് സമയക്കുറവുള്ളത് കൊണ്ടാണ്. അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, താങ്കൾക്ക് രണ്ടാം ഘട്ട സമയം കിട്ടിയിട്ടില്ല. നോക്കൂ, ഇവിടെ എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടുതൽ അഗ്രസീവായി ആന്റി മുസ്ലിം ആകുന്നു. കോൺഗ്രസിനെ കുറിച്ച് മാത്രമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി പറയുന്നത്. അപ്പോൾ അത് അദ്ദേഹം അനുഭവിക്കുന്ന രാഷ്ട്രീയ സമ്മർദ്ദം എന്നുള്ളതാണ്. പാകിസ്ഥാൻ, മുസ്ലിം, അതുപോലെ തന്നെ ഈ പറയുന്ന സംവരണം തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളിലേക്ക് പ്രധാനമന്ത്രി ഊന്നുന്നതിൻ്റെ കാരണം അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ എങ്ങനെയാണ് വിലയിരുത്തുക? ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം നികേഷ്, എനിക്ക് സമയം നിങ്ങൾ തന്നിട്ടില്ല എന്നുള്ള ഫാക്ട് ഞാൻ പറയും. എനിക്ക് പ്രതിഷേധം ഞാൻ അറിയിക്കാം. ഞാൻ ഒരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഈ സംവരണമോ മറ്റെന്ത് അവകാശമോ ഹിന്ദു മതത്തിൽ ജനിച്ചതിന്റെ പേരിലോ ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ചതിന്റെ പേരിലോ മുസ്ലിം മതത്തിൽ ജനിച്ചതിന്റെ പേരിലോ നിഷേധിക്കാൻ സാധിക്കില്ല. അങ്ങനെ നിഷേധിക്കാമെന്ന് ഹരിദാസിന് തോന്നുന്നുണ്ടെങ്കിൽ, മോദിക്ക് തോന്നുന്നുണ്ടെങ്കിൽ, അമിത്ഷായ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഭരണഘടനയുടെ ബേസിക് സ്ട്രക്ചർ അവർക്ക് അറിയില്ല. അതിന്റെ കണ്ടന്റ് എന്താണെന്ന് അവർക്ക് അറിയില്ല. അവരത് പഠിച്ചിട്ടില്ല. അവരതിനെ നിഷേധിക്കുകയാണ്. ഒരു ക്ലാസിഫിക്കേഷനാണ് ബാക്ക്വേർഡ്നെസ് എന്നുള്ള ക്ലാസിഫിക്കേഷൻ. അത് ആർക്കും ഉണ്ടാകാം. അവരിലേക്ക് ഭരണഘടനാപരമായ അവകാശമാണത്. അത് കൊടുക്കില്ല എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് ഹരിദാസ് ഇവിടെ നിന്ന് വലിയ KVS ഹരിദാസ് വളരെ വലിയ വായിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ ഇവിടുത്തെ അഴിമതിയെ കുറിച്ചൊക്കെ. അശോക് ചവാൻ അഴിമതിയുണ്ടോ? ഛഗൻ ഭുജ്ബാൽ അഴിമതിയുണ്ടോ? പ്രഫുൽ പട്ടേലിനുണ്ടോ? ഹസൻ മുഷ്റഫിനുണ്ടോ? അജിത് പവാറിനുണ്ടോ? ഇവർക്കെല്ലാം എതിരെ ED കേസ് ഉണ്ടായിരുന്നു, CBI കേസ് ഉണ്ടായിരുന്നു. എന്താ വൈറ്റ് വാഷ് ചെയ്ത് കളഞ്ഞു അതെല്ലാം? എന്നിട്ട് നിങ്ങൾ ഒരു വ്യക്തികൾ, നിങ്ങൾക്ക് ആരെയൊക്കെ വേണോ അവരെ ടാർഗറ്റ് ചെയ്യുക. എന്തുതരം പൊളിറ്റിക്സ് ആ രാജ്യത്ത് നിങ്ങൾ നടത്തുമെന്ന് അറിയാമോ? ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയം ഇന്ത്യൻ ഭരണഘടനാ സംവിധാനത്തെ, ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെ തകർക്കുന്നതാണ്. ഞങ്ങൾ വളരെ വാശിയോടുകൂടി അഭിഭാഷകർ എന്നുള്ള നിലയ്ക്ക് അതിനെ റെസിസ്റ്റ് ചെയ്താൽ മതിയാവൂ. ഏത് കാലഘട്ടത്തിൽ കോൺഗ്രസ് ചെയ്താലും കമ്മ്യൂണിസ്റ്റ് ചെയ്താലും BJP ചെയ്താലും നമ്മൾ ഒന്നിച്ചെന്ന് ചെറുക്കേണ്ട ഒരു രീതിയാണിത്. നിങ്ങളോടൊപ്പം ചേർന്നാൽ അവർക്ക് വൈറ്റ് വാഷ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോളൂ. നിങ്ങൾ സെക്ഷൻ 45 പ്രകാരം പ്രോസിക്യൂഷൻ, ഒറ്റ വാക്ക് പറഞ്ഞോട്ടെ, പ്രോസിക്യൂഷന് ഒബ്ജക്ഷൻ ഇല്ല എന്ന് പറഞ്ഞാൽ ആർക്കും ജാമ്യം കിട്ടുമെന്നിരിക്കെ അകത്ത് കിടക്കുന്ന ഒരാൾക്ക് ഒബ്ജക്ഷൻ ഇല്ല എന്ന് ഞാൻ പറയാം, ഞങ്ങൾ പറയുന്ന മൊഴി എഴുതൂ എന്ന് പറഞ്ഞാൽ ആരെയും കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്ന ഒരു രാഷ്ട്രീയം നിങ്ങൾ രാഷ്ട്രീയം നടത്തിക്കൊണ്ടാണ് ഇന്ത്യയിൽ വീണ്ടും അധികാരത്തിൽ വരാൻ നിങ്ങൾ ശ്രമിക്കുന്നതെങ്കിൽ അനുവദിക്കാൻ പറ്റില്ല. അത് നോക്കൂ, അരവിന്ദ് കെജ്രിവാൾ ജയിൽ മോചിതനാകുന്നു. അദ്ദേഹത്തിന് കിട്ടുന്ന ഒരു സ്വീകരണം, അദ്ദേഹം ഇനി ഹിന്ദിയിൽ ഈ പ്രധാനപ്പെട്ട വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടത്താൻ പോകുന്ന തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് പ്രചാരണം, അത് 4, 5, 6, 7 ഘട്ടങ്ങളെ കുലുക്കി മറിക്കില്ലേ KVS? അല്ല, നിങ്ങളുടെയൊക്കെ പ്രതീക്ഷ അങ്ങനെ നടക്കട്ടെ. അദ്ദേഹം സുപ്രീം കോടതിയുടെ മുമ്പിലുള്ള പ്രശ്നത്തില് നാളെ എന്ത് മറ്റന്നാളാണ് വാദഗതി നടക്കാൻ പോകുന്നത്. അതിനുശേഷമാണ് ഉത്തരവ് ഇറങ്ങാൻ പോകുന്നത്. ആ ഉത്തരവ് വരട്ടെ, ജാമ്യം കിട്ടുമോ ഇല്ലോ എന്ന് നമുക്കറിയാം. ഞാൻ വിചാരിക്കുന്നില്ല. ഞാൻ എന്റെ ഒരു മനസ്സും കോടതിയെ കുറിച്ചുള്ള ധാരണകളും ഒക്കെ എനിക്കുണ്ടല്ലോ. ഇതുവരെ ഇത്തരം അഴിമതി കേസുകളിൽപ്പെട്ടവരെ തുറന്നു വിടാനുള്ള ഒരു വിശാല മനസ്കത, അല്ലെങ്കിൽ അങ്ങനെ ഒരു അബദ്ധം അപെക്സ് കോർട്ടിൽ നിന്നുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. 2-3 ആൾക്കാരുടെ ജാമ്യ ഹർജികൾ തള്ളിയിട്ടുണ്ട്. ഞാൻ തുടക്കത്തിൽ ശ്രീ KV ഹരിദാസിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഞാൻ ജനം TVയിൽ ചർച്ച, അദ്ദേഹം ഇവിടെ അതിലേക്ക് കൊണ്ടുവന്നത് കൊണ്ട് മാത്രമാണ് മറുപടി. അതായത് ഖാലിസ്ഥാൻ തീവ്രവാദികളുടെ മോചനത്തിന് പണം വാങ്ങിച്ചു എന്ന് പറയുന്ന ആരോപണം നിജസ്ഥിതി
കൃത്യമായി വീണ്ടും ചൂണ്ടിക്കാണിക്കുന്നു. അദ്ദേഹം മറുപടി ഉണ്ടെങ്കിൽ പറയാം. എന്താണ് മറുപടി? പന്നു എന്ന് പറയുന്ന ഒരു അദ്ദേഹം ഖാലിസ്ഥാൻ തീവ്രവാദി നേതാവ് പറഞ്ഞിരിക്കുന്നു 133 കോടി രൂപ ബുള്ളർ എന്ന് പറയുന്ന ഖാലിസ്ഥാൻ തീവ്രവാദിയെ മോചിപ്പിക്കാൻ കേജ്രിവാൾ വാങ്ങി എന്ന ആരോപണത്തിന്റെ പേരിലാണ് ഇപ്പോൾ കേസ് വന്നിരിക്കുന്നത്. കേസ് കൊടുത്തിരിക്കുന്ന ആരാണ്? ദ വേൾഡ് ഹിന്ദു ഫെഡറേഷന്റെ അധ്യക്ഷനായിട്ടുള്ള നരേന്ദ്രമോദിയുടെ സഹോദരനാണ് ഇപ്പോൾ പരാതിക്കാരൻ. ഞാൻ വീണ്ടും ചോദിക്കുന്നു, ഒരുപക്ഷെ നികേഷ് കുമാർ അറിയാമായിരിക്കും. ശ്രീ നികേഷ്, 2023 നവംബർ 26 RP സിംഗ് എന്ന നാഷണൽ സ്പോക്സ്മാൻ BJPയുടെ മുൻ ഫോർമർ MLA യും മകളും ചേർന്ന് വിമൽ കുമാർ സക്സേന എന്ന് പറയുന്ന ഇവരുടെ ലെഫ്റ്റനന്റ് ഗവർണർക്ക് ഒരു കത്ത് കൊടുത്തു. ആ കത്ത് പബ്ലിക് ഡൊമൈനിലുണ്ട്. ആ കത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? ഈ ബുള്ളറെ, അതായത് പന്നു പറഞ്ഞ കേജ്രിവാൾ മോചിപ്പിക്കാൻ ശ്രമിച്ച ബുള്ളറെ 160 കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി, ഗുരുനാനക് ജയന്തിയുടെ ഭാഗമായി, ഹ്യൂമാനിറ്റേറിയൻ കൺസിഡറേഷന്റെ ഭാഗമായി മോചിപ്പിക്കണമെന്ന് കത്ത് കൊടുത്ത ആൾ BJPയുടെ നേതാവാണ്. അദ്ദേഹത്തിന്റെ മകളും കൂടി പോയി നിൽക്കുന്ന ഫോട്ടോ ട്വീറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ പറയുന്ന RP സിംഗ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ മകളുമായി വിമൽ കുമാർ സക്സേനെ പോയി കണ്ട ഈ ബുള്ളറെ, ഈ കാശ് വാങ്ങിച്ചു എന്ന് പറയുന്ന ബുള്ളറെ മോചിപ്പിക്കാൻ പറഞ്ഞിരിക്കുന്നു. ട്വീറ്റ് അന്നത്തെ എല്ലാ മാധ്യമങ്ങളും ഉണ്ട്. ഇതിന് മറുപടി പറയണം ഇവര്. ഇന്ന് വരെ ഇവരിതൊന്നും മറുപടി പറഞ്ഞിട്ടില്ല, ഓൺ ചെയ്തിട്ടില്ല. അന്നും ശ്രീ ഹരിദാസ് ജനം TV ഇത് ചോദിച്ചപ്പോൾ എനിക്ക് സമയമില്ലെന്ന് ഇറങ്ങിപ്പോയി. അദ്ദേഹം ഇവിടെ വീണ്ടും പറഞ്ഞുകൊണ്ട് പറയുന്നു ഈ കാശ് വാങ്ങിച്ചും തീവ്രവാദികളെ മോചിപ്പിക്കാൻ സഹായിക്കുന്നു ഇവരാണ്. ഈ വിഷയത്തിൽ അനിൽ ബോസ്, KVS ഹരിദാസ്, അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, അഡ്വക്കേറ്റ് പ്രസാദ് പത്മനാഭൻ, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് വിനോദ് മാത്യു വിൽസൺ, നന്ദി സഹകരിച്ചതിന്. Debate with MV Nikesh Kumar.